ഗുഡ് ആഫ്റ്റർനൂൺ ടു ഓൾ. നമ്മളപ്പോൾ ഞാൻ സ്ക്രീൻ നിങ്ങൾ കാണുന്നുണ്ടല്ലോ അല്ലെ? സ്ക്രീൻ പ്രസന്റിലാണ് ഇപ്പോൾ ഉള്ളത് അല്ലേ? സ്ക്രീൻ കാണുന്നില്ലേ? പ്രസന്റേഷൻ ഇല്ലേ? കാണുന്നുണ്ടോ? ഓക്കെ. അപ്പൊ നമ്മൾ ഇന്നലെ നോക്കിയത് ഇതെന്ന് വെച്ചാല് നമ്മൾ ഈ വിഷയം ഈ മെറ്റീരിയൽ സയൻസ് അല്ലെങ്കിൽ മെറ്റലർജി ആൻഡ് മെറ്റീരിയൽ സയൻസ് എന്ന ഈ ടോപ്പിക് അത് കുറച്ച് തിയറിയാണ് സംഭവം. കുറച്ച് ഇടയിൽ ചെറിയ ചെറിയ സിമ്പിൾ പ്രോബ്ലംസ് വരുന്നുണ്ട്, അല്ലാതെ തിയറിയാണ്. അപ്പോൾ ഇതിന്റെ ഒരു നിങ്ങൾക്ക് ചിലപ്പോൾ ഒരുപക്ഷെ നേരിടുന്ന ഒരു ബുദ്ധിമുട്ട് എന്ന് വെച്ചാൽ നമ്മൾ സാധാരണ നമ്മൾ പഠിക്കുന്ന ബാക്കിയുള്ള ടോപ്പിക്സ്, ഇപ്പൊ നിങ്ങൾ ഫ്ലൂയിഡ്സ് പഠിക്കുന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ഇപ്പോൾ സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസ് പഠിക്കുകയാണെങ്കിലും അല്ലെങ്കിൽ തെർമൽ പഠിക്കുകയാണെങ്കിലും ഒക്കെ നമുക്ക് കണ്ട് പരിചയമുള്ള അല്ലെങ്കിൽ അല്ലെങ്കിൽ നമുക്കതിന്റെ എന്താണ് നേരിട്ട് കാണാൻ വേണ്ടി പറ്റുന്ന കുറെ കാര്യങ്ങളാണ് അല്ലെ? അപ്പൊ നമുക്കത് പെട്ടെന്ന് തന്നെ അത് വിഷ്വലൈസ് ചെയ്യാനും നമുക്കത് മെമ്മറൈസ് ചെയ്യാനൊക്കെ നമുക്ക് എളുപ്പമായിരിക്കും. പക്ഷെ മെറ്റീരിയൽ സയൻസ് എന്ന് പറയുമ്പോൾ എന്താണ് ഇതിൽ പറയുന്ന പോലെ തന്നെ അത് മെറ്റീരിയൽസിനെ എങ്ങനെ മെറ്റലർജി, അതായത് മെറ്റീരിയൽസിനെ എങ്ങനെയാണ് ഫൈനൽ പ്രോസസ്സിങ്ങിലൂടെ എടുക്കുന്നത് എന്നുള്ള കാര്യവും മെറ്റീരിയൽസിന്റെ അകത്തുള്ള അതിന്റെ സ്ട്രക്ചറും അറ്റോമിക് സ്ട്രക്ചറും അതിന്റെ പ്രോപ്പർട്ടീസും അതുപോലത്തെ കുറെ കാര്യങ്ങളാണ് നമ്മൾ ഇതിൽ പഠിക്കുന്നത്. അപ്പൊ ഇത് നമുക്ക് നേരിട്ട് കാണാൻ വേണ്ടി പറ്റുന്നതാണ്, അതായത് അറ്റോമിക് ലെവലിലെ കാര്യങ്ങളാണ്. അപ്പൊ അതിൻ്റെതായ ഒരു പ്രശ്നം ഈ സബ്ജക്റ്റിൽ ഉണ്ടാവും. എന്നിരുന്നാലും നമുക്ക് കുറെ കാര്യങ്ങളൊക്കെ നമുക്ക് നല്ല രീതിയിൽ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അപ്പൊ അതിൽ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ റെഗുലർ ആയിട്ട് നിങ്ങളൊരു ഇതിന്റെ ടെക്സ്റ്റ് ബുക്ക് വായിക്കണം. ഞാനന്ന് തന്ന കിൻഡിൽ എഡിഷനിലുള്ള ടെക്സ്റ്റ് ബുക്ക് ഇത് ഒരു ടെക്സ്റ്റ് ബുക്കാണ്. തുറന്നുള്ള മെറ്റീരിയൽസ് ഞാൻ തരാം. ഫസ്റ്റ് മൊഡ്യൂളിലെ PPT ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്, ബാക്കിയുള്ള മെറ്റീരിയൽസ് ഞാൻ അതിലിടും. അതുപോലെ ഇപ്പൊ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് ഇല്ല, മീൻസ് കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ഇപ്പോൾ ആ സിലബസ് വ്യത്യാസമുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ ആവണമെന്നില്ല ഇപ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പർ. എന്നാലും കഴിഞ്ഞ കാലത്തെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ അതിലെ ക്വസ്റ്റ്യൻസ് ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്, സെയിം യൂണിവേഴ്സിറ്റി ആണ്. അപ്പോൾ ആ രീതിയിൽ തന്നെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഒരു സെറ്റിംഗ് ഉണ്ടാവില്ല, പാറ്റേണിൽ മാത്രമേ ചേഞ്ച് ഉള്ളൂ, മാർക്ക് പാറ്റേണൊക്കെ. അപ്പോൾ നമ്മൾ അപ് ടു ഡേറ്റ് ആയിട്ട് നോക്കിയാൽ മാത്രമേ നമുക്കിത് ഫൈനൽ എക്സാമിന് നമുക്കിത് നന്നായിട്ട് എഴുതാൻ വേണ്ടി പറ്റും. ഇത് എല്ലാവർക്കും എളുപ്പത്തിൽ പാസ്സാൻ വേണ്ടി പറ്റുന്ന ഒരു പേപ്പർ തന്നെയാണ്. തിയറി ആയതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല, കുറച്ച് ഫിഗേഴ്സ് ഒക്കെ ഉണ്ട്. ഇന്നലെ നമ്മൾ നോക്കുന്നത് എന്താണ്? സോൾഡിഫിക്കേഷൻ പ്രോസസ് ആണ്, അല്ലെങ്കിൽ ക്രിസ്റ്റലൈസേഷൻ പ്രോസസ് ആണ്. ഞാൻ പറഞ്ഞ സോൾഡിഫിക്കേഷൻ പ്രോസസ് പറയുമ്പോൾ നമ്മൾ ക്രിസ്റ്റൽ അല്ലെങ്കിൽ മെറ്റൽ ഉണ്ടാകുന്നത് സോൾഡിഫൈ ചെയ്തിട്ടാണ്. നമ്മൾ ഫസ്റ്റ് ഇയർ വർക്ക്ഷോപ്പിലൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ, ഇപ്പോൾ ഫൗണ്ടറി. ആ ഫൗണ്ടറിയിലേക്ക് നമ്മൾ മോൾട്ടൺ മെറ്റൽ ഒഴിക്കുമ്പോൾ അത് സോൾഡിഫൈ ചെയ്യും. അപ്പൊ ആ സോൾഡിഫൈ ചെയ്യുന്ന സമയത്ത് ഇൻസൈഡ് ദാറ്റ് സോളിഡ് അല്ലെങ്കിൽ ഇൻസൈഡ് ദാറ്റ് മോൾട്ടൺ മെറ്റൽ, അവിടെ ഉണ്ടാകുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ഇവിടെ പറയുന്നത്. അതിനെ കുറിച്ച് പഠിക്കുന്നത് അല്ലെ? അപ്പൊ ഇന്നലെ പഠിച്ചു, ആദ്യം ഒരു എംബ്രിയോ ഉണ്ടാവും, അതൊരു സ്റ്റേബിൾ അല്ല, ന്യൂക്ലിയർ ഫോർമേഷൻ ഉണ്ടാവും, മൾട്ടിപ്പിൾ സ്ഥലത്ത് ന്യൂക്ലിയസ് ഉണ്ടാവും, ന്യൂക്ലിയസ് വിൽ ഗ്രോ, വിൽ ഫോം ഇൻ ടു ഗ്രെയിൻസ് ഓർ ക്രിസ്റ്റൽസ്. ഗ്രെയിനും ക്രിസ്റ്റൽ എന്ന് പറയുന്നത് സെയിം തന്നെയാണ്. ഗ്രെയിൻസ് നമ്മൾ പൊതുവെ പറയും, ബൗണ്ടറി ഒക്കെ പറയുമ്പോൾ ഗ്രെയിൻ ബൗണ്ടറി എന്ന് പറയും. പക്ഷെ ക്രിസ്റ്റൽ എന്ന് പറയുമ്പോൾ നമ്മളതിന്റെ ഒരു ക്രിസ്റ്റലോഗ്രാഫിക് സ്ട്രക്ചർ അല്ലെങ്കിൽ നമ്മളെ ലാറ്റിസ് അല്ലെ അറേഞ്ച്മെന്റ് ആറ്റംസിന്റെ ആ ബേസിൽ പറയുമ്പോൾ നമ്മളതിനെ ക്രിസ്റ്റൽസ് എന്ന് പറയും. സിംഗിൾ ക്രിസ്റ്റൽസ്, പോളി ക്രിസ്റ്റലൈൻ, അങ്ങനെയൊക്കെ പറയും. ഇപ്പോൾ ഈ നിങ്ങൾക്ക് ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന ഫിഗറിൽ ഡി എന്നുള്ളത് ശരിക്കും പോളി ക്രിസ്റ്റലൈൻ. അപ്പൊ ജനറലി എല്ലാ മെറ്റീരിയൽസും പോളി ക്രിസ്റ്റലൈൻ രൂപത്തിലാണ് കാണപ്പെടുന്നത്. സിംഗിൾ ക്രിസ്റ്റൽ എന്നുള്ള രീതിയിൽ നമുക്ക് മെറ്റൽ വേണമെങ്കിൽ നമുക്കത് സ്പെഷ്യലൈസ്ഡ് പ്രോസസ് ചെയ്ത് സിംഗിൾ ക്രിസ്റ്റൽസ് ഉണ്ടാക്കാം. ഓക്കെ. അപ്പൊ ഇൻ ബിറ്റ്വീനിൽ ഈ സ്റ്റേജിൽ ന്യൂക്ലിയർ ഫോർമേഷൻ ഉണ്ടായി, ക്രിസ്റ്റൽസ് ഉണ്ടായി, അവിടെ അതിന്റെ ഗ്രോത്തിന്റെ ഗ്രോത്ത് നടക്കുന്ന ഒരു ഡെൻഡ്രൈറ്റ് ഫോർമേഷനിലൂടെയാണെന്ന് പറഞ്ഞു അല്ലെ? ഇതുപോലെ ബ്രാഞ്ച് ഔട്ട് ചെയ്ത് നമുക്കറിയാം, വെള്ളം നമ്മൾ തണുപ്പിക്കുന്ന സമയത്ത് ഐസ് ആവുന്നതിന് മുമ്പ് നമുക്കറിയാം എങ്ങനെയാണ് ഐസ് ആവുന്നത് അല്ലെ? ഒറ്റയടിക്ക് അത് ആയി കൂടി പോവുകയല്ല, അത് പാർട്ട് ബൈ പാർട്ടായിട്ട് ആവുകയാണ് അല്ലെ? ഓരോ പാർട്ടിലായി ഇൻ ബിറ്റ്വീൻ അത് ഫിൽ ചെയ്ത് സോൾവ് ചെയ്ത് പോകും. സിമിലർലി ഇവിടെയും ഡെൻഡ്രൈറ്റ് ഫോർമേഷനിലൂടെ ഡെൻഡ്രൈറ്റ്സ് വലുതായി. അപ്പൊ ഈ ഡെൻഡ്രൈറ്റ്സിന്റെ ഗ്രോത്ത് ആണ് പറയുന്നത്. അതിന് ബ്രാഞ്ച്, നമ്മളെ ട്രീസിനൊക്കെ ബ്രാഞ്ചസ് വരുന്ന പോലെ അതിനും ബ്രാഞ്ചസ് വരും. പ്രൈമറി ഫസ്റ്റ് ബ്രാഞ്ച് വരും, സെക്കൻഡറി ബ്രാഞ്ച് വരും, ടെർഷ്യറി ബ്രാഞ്ച്, അങ്ങനെ ബ്രാഞ്ച് ഔട്ട് ചെയ്തിട്ടാണ് അത് വലുതാവുന്നത്. അത് പരസ്പരം കൂട്ടിമുട്ടി നമ്മൾ ഒരു കംപ്ലീറ്റ് ഗ്രെയിൻ ആയിട്ട് മാറും. അതിന്റെ സൈസ് അങ്ങനെയാണ് നമ്മൾ ഇന്നലെ നോക്കിയത് അല്ലെ? നമ്മളതിന്റെ സെക്കൻഡ് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ആൾക്കാർ കുറവാണ് കേട്ടോ, 10-14 ആൾക്കാരെ വന്നിട്ടുള്ളൂ. ബാക്കിയുള്ളവർക്കൊന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് മെസ്സേജ് ചെയ്യുക, പെട്ടെന്ന് വരാൻ പറയാം. നമ്മൾ നോക്കി ന്യൂക്ലിയേഷൻ, ക്രിസ്റ്റൽ ഗ്രോത്ത് ഒക്കെ സെയിം സാധനമാണ്. ഇത് ഗ്രെയിൻ ഫോർമേഷൻ. അപ്പൊ ഇതൊരു ക്രിസ്റ്റൽ സ്ട്രക്ചർ രൂപത്തിലാണ് വരച്ചിട്ടാണ് കാണിക്കുന്നത്. അപ്പൊ നമ്മൾ നോക്കിയാൽ നമ്മൾ ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഫിഗറിൽ നിങ്ങൾക്ക് 2 ഇമേജ് കാണുന്നുണ്ട് അല്ലെ? കാണുന്നുണ്ടല്ലോ? റെസ്പോണ്ട് ചെയ്തേ.
ഹലോ, കാണുന്നില്ല. അപ്പൊ നോക്കിയേ, ഫസ്റ്റ് ഇമേജിൽ നമ്മൾ കാണുന്നത്, നമുക്കറിയാം നമ്മൾ എന്താ, നമ്മളൊരു സ്ക്വയർ പാറ്റേൺ ആണ് നമ്മൾ വർക്ക്ഷോപ്പിൽ ചെയ്തല്ലേ. ഒരു സ്ക്വയർ പാറ്റേൺ, വുഡൻ സ്ക്വയർ പാറ്റേൺ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തു, അവിടെ ഒരു ക്യാവിറ്റി ഉണ്ടാക്കി. അതിലേക്കാണ് നമ്മൾ മോൾട്ടൺ മെറ്റൽ ഒഴിക്കുന്നത് അല്ലെ. ആ ഒഴിക്കുന്നത്, ആ പ്രോസസ്സിന് നമ്മൾ കാസ്റ്റിംഗ് എന്ന് പറയുന്നത്. നമ്മൾ ആ കാസ്റ്റിംഗ് ഒന്നും അവിടെ ചെയ്തിട്ടില്ല. നമ്മൾ ആ കാസ്റ്റിങ്ങിന് മുമ്പ് ആ കാസ്റ്റ് ഏത് രൂപത്തിലാണോ വേണ്ടത് അതിന്റെ പാറ്റേൺ വെച്ചിട്ട് നമ്മളൊരു മോൾഡ് ഉണ്ടാക്കുക ചെയ്തത്. അപ്പൊ നമ്മൾ ആ കാസ്റ്റ്, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഈ ഫിഗറിൽ, ഫസ്റ്റ് ഫിഗറിൽ, ഇപ്പൊ ഈ കേഴ്സർ നിൽക്കുന്ന ഈ ഫിഗറിൽ കാണിക്കുന്ന വെച്ചാൽ ഒരു സ്ക്വയർ അല്ല, ഒരു പർട്ടിക്കുലർ ഒരു ഓവൽ ഷേപ്പിൽ ഒരു പാറ്റേൺ വെച്ചിട്ടുണ്ടാക്കി ഒരു ക്യാവിറ്റി ആണ്. ആ ക്യാവിറ്റിക്ക് നമ്മൾ ഈ മോൾട്ടൺ മെറ്റൽ ഒഴിച്ചു കഴിയുമ്പോൾ അവിടെ ഉണ്ടാകുന്ന എന്താണ്, അവിടെ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ന്യൂക്ലിയേഷൻ ഫോം ചെയ്യും അല്ലെ. അപ്പൊ ഇതിൽ അതുപോലെ ഉണ്ടായ രണ്ട് ന്യൂക്ലിയേഷൻ, രണ്ട് സ്ഥലത്താണ് ഇതുപോലെ ന്യൂക്ലിയ ഉണ്ടായത്. ആ ന്യൂക്ലിയ വലുതായി നേരത്തെ പറയുന്ന പ്രോസസ്സിലൂടെ വലുതായി അത് അവിടെ ഉണ്ടാവും, ഒരു ഗ്രെയിൻ ആയിട്ട് മാറും. അപ്പൊ അതിന്റെ ഒരു ക്രിസ്റ്റലൈൻ ഒരു സ്ട്രക്ചർ നോക്കിക്കഴിഞ്ഞാൽ അത് ഇതുപോലെ ആയിരിക്കും ഉണ്ടാവില്ല. ഫസ്റ്റ് ഗ്രെയിൻ നോക്കിയേ, അറ്റോമിക് അറേഞ്ച്മെന്റ് അല്ലെ, പർട്ടിക്കുലർ ഒരു ലാറ്റിസിൽ കാണിക്കുന്നില്ല, യൂണിറ്റ് സെൽ രൂപത്തിൽ. അതുപോലെ ആയിരിക്കും അവിടെയില്ല ആ ന്യൂക്ലിയ വലുതാണത്. രണ്ടാമത്തെ ന്യൂക്ലിയം സെയിം രീതിയിൽ തന്നെ വലുതാണത്. പക്ഷെ നോക്കി, ഈ രണ്ട് ന്യൂക്ലിയന്റെയും അല്ലെ, ഈ രണ്ട് ക്രിസ്റ്റൽ ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഈ രണ്ട് ക്രിസ്റ്റൽസിന്റെയും ഓറിയന്റേഷൻ ഡിഫറെന്റ് ആണ് അല്ലെ. ഓറിയന്റേഷൻ എന്ന് പറഞ്ഞാൽ അതിന്റെ പ്ലെയിൻസ്, അതിന്റെ ഡയറക്ഷൻ ഒക്കെ ഡിഫറെന്റ് ആവും. ശരിയല്ലേ? രണ്ട് ഓറിയന്റേഷനിലുള്ളത്. ഇനി എന്താ ചെയ്യുന്നത്, ഈ പറയുന്ന ഈ ക്രിസ്റ്റൽ ലാറ്റീസ് ഉണ്ടാവും, അത് വളർന്ന് വരും അല്ലെ. അതിന്റെ ബ്രാഞ്ച് വന്ന് അത് വലുതാണുണ്ട്. ഓക്കെ, അപ്പൊ രണ്ട് താഴത്തെ ഫിഗർ നോക്കി, രണ്ടും വലുതായിക്കൊണ്ട് വരും. ഓക്കെ അല്ലെ. അപ്പൊ ഈ ഒരു ഫിഗറിനുള്ളിൽ നമുക്ക് ഈ രണ്ട് ഗ്രെയിൻസ് മാത്രമായിട്ടാണ് കാണിക്കുന്നത്. ഇതിന്റെ ഫർദർ ഫിഗർ അടുത്ത സ്ലൈഡ് കഴിഞ്ഞിട്ട് വരും. നമുക്ക് ജസ്റ്റ് നോക്കാം, ഗ്രെയിൻ ആൻഡ് ഗ്രെയിൻ ബൗണ്ടറി. ദി ഇൻഡിപെൻഡന്റ് ഫോർമേഷൻ ഓഫ് ഈച്ച് ക്രിസ്റ്റൽ ലീഡ്സ് ടു ദ ഇറഗുലർ ഷേപ്പ് ഓഫ് ദ ക്രിസ്റ്റൽ. ദീസ് ക്രിസ്റ്റൽസ് ആർ കോമൺലി കോൾഡ് ഗ്രെയിൻസ്. അപ്പോൾ ഗ്രെയിൻസ് പറയുന്നത് എന്താണ്, ഇപ്പൊ കണ്ട ക്രിസ്റ്റൽ തന്നെയാണ് നമ്മൾ ഗ്രെയിൻസ് എന്ന് പറയുന്നത്. രണ്ട് കോണ്ടസ്റ്റിലാണ്. ക്രിസ്റ്റൽ എന്ന് പറയുമ്പോൾ അതിന്റെ ക്രിസ്റ്റലൈൻ സ്ട്രക്ചർ എന്ന രീതിയിലാണ് നമ്മൾ പറയുന്നത്. ഗ്രെയിൻ എന്ന് പറയുമ്പോൾ നമ്മൾ അതിന്റെ ഒരു ഗ്രെയിൻ സൈസ് എന്ന രീതിയിലാണ് പറയുന്നത്. അപ്പൊ ക്രിസ്റ്റൽസ് നമുക്കറിയാം ഒരു യൂണിറ്റ് സെൽ രൂപത്തിൽ അത് വളർന്ന് പോകുന്നതാണ് അല്ലെ. യൂണിറ്റ് സെൽ നമുക്ക് എങ്ങനെയാണെന്ന് അറിയാം, അത് ക്യൂബിക് ആവാം, ഹെക്സഗൺ ആവാം, ട്രൈക്ലിൻ, അങ്ങനെ കുറെ നമ്മൾ പഠിച്ചിട്ടുണ്ട് എങ്ങനെയൊക്കെയാണ് യൂണിറ്റ് സെൽ ഇടാം. പക്ഷെ ഗ്രെയിൻസ് പറയുമ്പോൾ നമ്മൾ എപ്പോഴും ഗ്രെയിൻസിനെ നമ്മൾ അസ്യൂം ചെയ്യുന്നത് അത് സർക്കുലർ ആണ്, ഒരു ഓൾമോസ്റ്റ് ഒരു സർക്കുലർ, അതിന്റെ ഒരു ഡയമീറ്റർ വെച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. ഡയമീറ്റർ എന്ന് പറയുമ്പോൾ നമുക്ക് ഡയമീറ്റർ പറയാൻ പറ്റില്ല, ഒരു ആവറേജ് ഡയമീറ്റർ വെച്ചിട്ടാണ് നമ്മൾ അതിനെ ഗ്രെയിൻസ് സ്റ്റിച്ച് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഗ്രെയിൻസ് പറയുന്ന നമ്പർ ഓഫ് ഗ്രെയിൻസ്, ഗ്രെയിൻ സൈസ്, ഗ്രെയിൻ ഷേപ്പ്, അതൊക്കെ പറയുന്ന നമ്മൾ ഗ്രെയിൻസ് ആണ് ഉപയോഗിക്കുന്നത്. പക്ഷെ അതിന്റെ ക്രിസ്റ്റൽ സ്ട്രക്ചർ ബേസ് ചെയ്ത് പറഞ്ഞാൽ നമ്മൾ അതിനെ ക്രിസ്റ്റൽ എന്നാണ് പറയുന്നത്. സിംഗിൾ ക്രിസ്റ്റൽ മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ സിംഗിൾ ഗ്രെയിൻ, ഒറ്റ ഗ്രെയിൻ മാത്രമേ ഉള്ളൂ, അതിനാണ് സിംഗിൾ ക്രിസ്റ്റൽ എന്ന് പറയുന്നത്. മൾട്ടി ഗ്രെയിൻസ് പറഞ്ഞാൽ മൾട്ടി ക്രിസ്റ്റൽ അല്ലെങ്കിൽ പോളി ക്രിസ്റ്റലൈൻ മെറ്റീരിയൽ ആണ്. A grain is a portion of the material within which the atomic arrangement is nearly identical. അപ്പൊ ഞാൻ ഈ തൊട്ട് മുമ്പത്തെ സ്ലൈഡിൽ അതാ കാണിച്ചത്, ഇപ്പൊ കാണുന്ന ഫിഗറിൽ. അപ്പൊ ഒരു ഗ്രെയിനിൽ ഉണ്ടാവുന്ന അറ്റോമിക് അറേഞ്ച്മെന്റ് എന്തായിരിക്കും, എല്ലാ ഭാഗത്തും എല്ലാ സ്ഥലത്തും ഐഡന്റിക്കൽ ആയിരിക്കും ആ ഗ്രെയിനിന്റെ അകത്ത്. പക്ഷെ തൊട്ടപ്പുറത്തുള്ള ഒരു ഗ്രെയിനിന്റെ കേസിലും അറ്റോമിക് അറേഞ്ച്മെന്റ് സെയിം അറ്റോമിക് അറേഞ്ച്മെന്റ്സ് തന്നെ ആയിരിക്കും, പക്ഷെ അതിന്റെ ഡിഫറെന്റ് ഓറിയന്റേഷനിലായിരിക്കും അത് ഉണ്ടാവുക. ഓക്കെ, but അതാ പറയുന്ന തേർഡ് പോയിന്റിൽ, ബട്ട് ദ ഓറിയന്റേഷൻ ഓഫ് ദ അറ്റോമിക് അറേഞ്ച്മെന്റ് മേ ബി ഡിഫറെന്റ് ഫോർ അഡ്ജോയിനിങ് ഗ്രെയിൻസ് അല്ലെ. ഇൻ ബിറ്റ്വീനിലെ ഗ്രെയിൻസിന്റെ അറ്റോമിക് അറേഞ്ച്മെന്റ് ഡിഫറെന്റ് ആയിരിക്കും, ചിലപ്പോൾ സെയിം ആയിരിക്കാം റയർ കേസിൽ. ദ ഏരിയ അലോങ് വിച്ച് ദ ഗ്രെയിൻ മീറ്റ് ഈസ് നോൺ ആസ് ഗ്രെയിൻ ബൗണ്ടറി. ഓക്കെ, ഇൻ ബിറ്റ്വീനിൽ അതിന്റെ രണ്ട് ഗ്രെയിൻസിന്റെ ഇടയിൽ മീറ്റ് ചെയ്യുന്ന പോയിന്റിനെയാണ് നമുക്ക് ഗ്രെയിൻ ബൗണ്ടറി എന്ന് പറയുന്നത്. ഗ്രെയിൻ ബൗണ്ടറിയിൽ അറിയാം, ആറ്റംസ് അവിടെ കൂട്ടിമുട്ടുന്ന സ്ഥലമാണ്, അവിടെ റെഗുലർ പാറ്റേണിൽ അത് വരൂല. ആറ്റംസ് ചിലപ്പോൾ അവിടെ ടെൻഷൻ സംഭവിക്കാം, ചിലപ്പോൾ അത് കംപ്രസീവ് ഇതിലായിരിക്കും ഉണ്ടാവില്ല, ചിലപ്പോൾ അത് വലിയ ടെൻഷൻ പോലെ ആയിരിക്കും, ടെൻഷൻ അതിൽ ആക്ട് ചെയ്ത് നിൽക്കുകയായിരിക്കും. ഓക്കെ, അപ്പൊ അങ്ങനെ ഇത് കൂട്ടിമുട്ടുമ്പോൾ ആണ് നമുക്ക് ഈ ഗ്രെയിൻ ബൗണ്ടറീസ് കിട്ടുന്നത്. ദാറ്റ് ഈസ് ഗ്രെയിൻ ഓൺ വൺ സൈഡ് ഓഫ് ദ ബൗണ്ടറീസ് റൊട്ടേറ്റഡ് വിത്ത് റെസ്പെക്ട് ടു ദ ഗ്രെയിൻ ഓൺ ദ അതർ സൈഡ്. രണ്ട് ഗ്രെയിൻസും രണ്ട് രീതിയിലല്ല, ഒന്നിനെ അപേക്ഷിച്ച് മറ്റേത് റൊട്ടേറ്റ് ചെയ്തിട്ടാണ് പർട്ടിക്കുലർ ഒരു ആംഗിൾ ടിൽറ്റ് ചെയ്തിട്ടുണ്ട് നമുക്ക് പറയാം. ശരിയല്ലേ? ടിൽറ്റ് ചെയ്തിട്ടുണ്ടല്ലോ, ഒരു പർട്ടിക്കുലർ ആംഗിളിൽ ടിൽറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നോക്കിയേ, ഇത് ഫസ്റ്റ് ഫിഗർ നോക്കാം. ഫസ്റ്റ് ഫിഗറിൽ നേരത്തെ അതേ കാര്യമാണ്, ഒരു മോൾട്ടൺ മെറ്റൽ അതിലേക്ക് നമ്മളൊരു മെറ്റീരിയൽ ഒഴിക്കുന്ന സമയത്ത് നമ്മൾ ഇവിടെ അസ്യൂം ചെയ്യുന്ന സത്യം ഇവിടെ രണ്ട് ഗ്രെയിൻസ് ആണ് ഉണ്ടാകുന്നത്. ഞാൻ ആക്കിയ മെറ്റീരിയൽ നമ്മൾ അവിടെ ചെയ്ത, നമ്മൾ വർക്ക്ഷോപ്പിൽ ചെയ്ത സ്ക്വയർ ബ്ലോക്ക് ഉണ്ടല്ലോ, ക്യൂബ് ഉണ്ടല്ലോ, അതുപോലെ ഇവിടെ ഉള്ളത് ഈ ഷേപ്പ് ഇതാന്ന് വിചാരിക്കാം. അതിലേക്ക് ഞാൻ മോൾട്ടൺ മെറ്റൽ ഒഴിച്ചു. അപ്പൊ അവിടെ സംഭവിച്ച വെച്ചാൽ രണ്ട് ന്യൂക്ലിയം മാത്രമേ ഫോം ചെയ്തിട്ടു, രണ്ട് ന്യൂക്ലിയം വലുതായി വന്നു. ആ രണ്ട് ന്യൂക്ലിയം വലുതായി വന്നിട്ട് എന്ത് സംഭവിക്കും, അത് ഒന്നെങ്കിൽ അതിന്റെ ബൗണ്ടറിയിൽ പോയി ടച്ച് ചെയ്യും. നമ്മളെ ബൗണ്ടറി ആയിട്ട് വരുന്ന എന്തായിരുന്നു, നമ്മൾ സാൻഡ് മോൾഡാണ് ഉപയോഗിച്ചത്. സാൻഡ് ആയിരിക്കും ഔട്ടർ കാണുന്ന സാൻഡ് ആയിരിക്കും ഉണ്ടാവും. പറഞ്ഞോ, ഹലോ, കേൾക്കുന്നില്ലേ? ഹലോ,
ഹലോ, കേൾക്കുന്നില്ലേ? കുഴപ്പമില്ലല്ലോ. ഓക്കെ ഓക്കെ. നിങ്ങൾ പറയാനേ അത് ഞാനിപ്പുറത്ത് ഉണ്ട്, നിങ്ങൾ ചാറ്റിൽ ഇട്ടാലും നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. ഓക്കെ. അപ്പോ നോക്കി, ഇപ്പൊ ഇവിടെ നമ്മൾ സ്ക്വയറിന് പകരം ഇതുപോലത്തെ ഒരു ഷേപ്പാണ്. ഇതിൽ രണ്ട് ന്യൂക്ലിയർ ഫോം ചെയ്യുന്നതാണ് നമ്മൾ അസ്യൂം ചെയ്യുന്നത്. ആ രണ്ട് ന്യൂക്ലിയറിന്റെ ഫസ്റ്റ് ന്യൂക്ലിയർ വലുതായിട്ട് ഇതാ ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഇപ്പൊ കേഴ്സറിൽ ഈ ഭാഗത്ത് ഈ സ്ട്രക്ചർ ഫോം ചെയ്തു അല്ലെ. കുറെ യൂണിറ്റ് സെല്ല് വെച്ചിട്ട് ഒരു പർട്ടിക്കുലർ സ്ട്രക്ചർ ഫോം ചെയ്തു. രണ്ടാമത്തെ ഭാഗത്തോ അടുത്ത സ്ലൈഡിൽ നോക്കി, രണ്ടാമത്തെ ഭാഗത്തും ഇതുപോലെ സെയിം വേറൊരു ഗ്രെയിൻ, രണ്ടാമത്തെ ഗ്രെയിൻ ഫോർമേഷൻ നടന്നു. പക്ഷെ അതിന്റെ ഓറിയന്റേഷൻ നോക്കി വേറെ ഡയറക്ഷനിലേക്ക് ഓറിയന്റ് ചെയ്തിട്ടുണ്ട് അല്ലെ. അപ്പോ ഇൻ ബിറ്റ്വീൻ അത് രണ്ടും വലുതായി അത് രണ്ടും മീറ്റ് ചെയ്യുന്ന ഈ പോയിന്റാണ് ഇൻ ബിറ്റ്വീൻ കാണിക്കുന്നത്. അതിന്റെ അടുത്ത ഫിഗർ ബ്ലാക്ക് ബൗണ്ടറി ആയിട്ട് കാണിക്കുന്നത്. അതിനെയാണ് നമ്മൾ ഗ്രെയിൻ ബൗണ്ടറി എന്ന് പറയല്. ആദ്യത്തെ ലെഫ്റ്റ് സൈഡിലുള്ളത് ഒരു പർട്ടിക്കുലർ ഗ്രെയിൻ ആണ്, അതിൽ ഇൻഡിവിജ്വൽ കുറെ അത് ഒരു ഗ്രെയിൻ ആണ്, അതൊരു പർട്ടിക്കുലർ പാറ്റേണിലാണ് ഉണ്ടോ അല്ലെ, യൂണിറ്റ് സെൽ അറേഞ്ച്മെന്റിലാണുള്ളത്. രണ്ടാമത്തെ ഭാഗത്ത് കാണിക്കുന്ന രണ്ടാമത്തെ ഗ്രെയിൻ 2 ആണ്, ഇൻ ബിറ്റ്വീൻ ഗ്രെയിൻ ബൗണ്ടറി. അപ്പൊ ഇതൊരു സിമ്പിൾ എക്സാമ്പിൾ ആണ് ഇവിടെ കാണിച്ചത്. ഓക്കെ. പക്ഷെ നമ്മൾക്ക് അറിയാം മോസ്റ്റ് ഓഫ് ദ മെറ്റീരിയൽ പോളിക്രിസ്റ്റലൈൻ. സാധാരണ എല്ലാ മെറ്റീരിയൽസും ഈ പ്രോസസ് നമ്മൾ പറഞ്ഞ ന്യൂക്ലിയേഷൻ പ്രോസസ്സിൽ ഹോമോജീനിയസും ഹെട്രോജീനിയസ് ന്യൂക്ലിയേഷനും ഉണ്ട്. ഓക്കെ. ഹെട്രോജീനിയസ് ന്യൂക്ലിയേഷൻ രീതിയിൽ ഫോറിൻ പാർട്ടിക്കിൾ ഉണ്ടെങ്കിലാണ് ഹെട്രോജീനിയസ് ന്യൂക്ലിയേഷൻ വരിക. ഇല്ലാത്ത പക്ഷം അത് സാധാരണ രീതിയിൽ നമ്മൾ കൂൾ ചെയ്ത് പോകുമ്പോൾ അത് ഹോമോജീനിയസ് ന്യൂക്ലിയേഷൻ ആണ് വരുന്നത്. അവിടെ നമ്മൾ വേറൊരു ടേമും കൂടി പഠിച്ചിട്ട് അണ്ടർ കൂളിംഗ് അല്ലെങ്കിൽ സബ് കൂളിംഗ്. കാരണം ഇത് കൂൾ ചെയ്ത് പോകുമ്പോൾ അതിന്റെ ഫ്രീസിംഗ് പോയിന്റിലേക്ക് എത്തണമല്ലോ, ഫ്രീസ് ചെയ്യാണല്ലോ ചെയ്യുന്നത്. ഫ്രീസിംഗ് പോയിന്റിലേക്ക് എത്തുമ്പോഴാണ് ഇത് സോളിഡ് രൂപത്തിലേക്ക്, സ്റ്റേബിൾ രൂപത്തിലേക്ക് വരുന്നത്. അപ്പോൾ ഇത് നടത്താൻ വേണ്ടി നമ്മൾ ഈ ഫ്രീസ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ അതിന്റെ ടെമ്പറേച്ചർ ഫ്രീസിംഗ് ടെമ്പറേച്ചറിന്റെ താഴേക്ക് നമ്മൾ കൊണ്ടുവരും. അതിനാണ് നമ്മൾ അണ്ടർ കൂളിംഗ് അല്ലെങ്കിൽ സൂപ്പർ കൂളിംഗ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പം ഇത് ഇവിടെ കാണിക്കുന്നത് ഒരു പോളി ക്രിസ്റ്റലൈൻ മെറ്റീരിയൽ ആണ്. അതിൽ നോക്കി നിങ്ങൾ കുറെ ഗ്രെയിൻ ബൗണ്ടറി ഉണ്ട് അല്ലെ, കുറെ ഗ്രെയിൻസ് ഉണ്ട്, കുറെ ഗ്രെയിൻ ബൗണ്ടറി ഉണ്ട്. അപ്പൊ നമുക്കറിയാം ഗ്രെയിനിന്റെ സൈസ് കൂടുന്നതനുസരിച്ചിട്ട് ഗ്രെയിൻ ബൗണ്ടറീസ് കുറവായിരിക്കും. ഗ്രെയിൻ സൈസ് കുറയുന്നതനുസരിച്ച്, അതായത് ഫൈൻ ഗ്രെയിൻ എന്ന് പറഞ്ഞാൽ ചെറിയ ഫൈൻ പാർട്ടിക്കിൾ ആണ് അല്ലെ, ശരിയല്ലേ. കോഴ്സ് ഗ്രെയിൻ എന്ന് പറഞ്ഞാൽ വലിയ പാർട്ടിക്കിൾസ് ആണ് ഗ്രെയിൻ, ഇൻഡിവിജ്വൽ ഗ്രെയിൻ വലുതായിരിക്കും. അപ്പൊ ഫൈൻ ഗ്രെയിൻസ് ആകുമ്പോൾ എന്താവും, ഒരുപാട് ഗ്രെയിൻ ബൗണ്ടറീസ് ഉണ്ടാവും. അപ്പോൾ സാധാരണയായിട്ട് നമ്മൾ കാണുന്ന പോളി ക്രിസ്റ്റലൈൻ മെറ്റീരിയൽസ് ആണ്. സിംഗിൾ ക്രിസ്റ്റൽ ആൻഡ് പോളി ക്രിസ്റ്റൽ നമ്മൾ ഇന്നലെ ജസ്റ്റ് നോക്കിയതാണ്. സിംഗിൾ ക്രിസ്റ്റൽ ആൻഡ് പോളി ക്രിസ്റ്റൽ ഒരു സിംഗിൾ ഗ്രെയിൻ ന്യൂക്ലിയർ ഫോർമേഷൻ സിംഗിൾ ഗ്രെയിൻ ഉണ്ടാകുന്നതിനാണ് സിംഗിൾ ക്രിസ്റ്റൽ എന്ന് പറയുന്നത്. പക്ഷെ നമ്മൾ സാധാരണ രീതിയിൽ നോർമലി ഒരു ലിക്വിഡ് മെറ്റൽ നമ്മൾ കൂൾ ചെയ്യുന്ന സമയത്ത് ഒരുപാട് ന്യൂക്ലിയസ് ഫോർമേഷൻ ഉണ്ടാകുന്നുണ്ട് പല പല സ്ഥലത്തായിട്ട്. അതെല്ലാം സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും ഒരുപാട് ക്രിസ്റ്റൽസ് കിട്ടും, ഒരുപാട് ഗ്രെയിൻസ് കിട്ടും. സാധാരണ രീതിയിൽ പോളി ക്രിസ്റ്റലൈൻ മെറ്റീരിയൽസ് ആണ് ഉണ്ടാകുക. സിംഗിൾ ക്രിസ്റ്റലൈൻ മെറ്റീരിയൽസ് നമുക്ക് സ്പെഷ്യലി ട്രീറ്റഡ് ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ അതിന് കുറെ പ്രത്യേകത ഉണ്ട്. അതിന്റെ എന്താണ്, അതിൽ ഹൈ ടെമ്പറേച്ചർ പ്രോപ്പർട്ടീസ്, നല്ല പ്രോപ്പർട്ടീസ്, മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഒക്കെ കാണിക്കുന്നതായിരിക്കും സിംഗിൾ ക്രിസ്റ്റൽസ്. ഓക്കെ. നോർമലി പോളി ക്രിസ്റ്റൽസ് ആണ്. ഇവിടെ ഒരു ഫിഗർ കാണിക്കുന്നുണ്ട് ഗ്രെയിൻ ബൗണ്ടറി വെച്ചിട്ട്. ആദ്യത്തെ കേസിൽ കാണുന്നത് സിംഗിൾ ക്രിസ്റ്റൽ ആണ്. ഓക്കെ. സിംഗിൾ ക്രിസ്റ്റൽസിൽ എല്ലാം ഒരു ഓറിയന്റേഷനിൽ എല്ലാ ആറ്റംസും സിമിലർ ആയിട്ട് 3 ഡയമെൻഷനിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അല്ലേ. രണ്ടാമത്തെ കേസിൽ പോളി ക്രിസ്റ്റലൈനിൽ അവിടെ 3 ക്രിസ്റ്റൽസ് കാണിക്കുന്നുണ്ട് അല്ലെ, 3 ഗ്രെയിൻസ്. ഓരോ ഗ്രെയിനിൽ നോക്കിയ ഓരോ രീതിയിലാണ് ആറ്റംസ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഓരോ രീതിയിൽ എന്ന് വെച്ചാൽ സെയിം ആറ്റോമിക് അറേഞ്ച്മെന്റ്, സ്ട്രക്ചർ സെയിം ആണ്, പക്ഷെ ഓറിയന്റേഷൻ ഡിഫറെന്റ് ആണ്. ഒന്നിൽ നേരെയുണ്ട്, മറ്റതിൽ ആദ്യത്തിന് വെച്ച് ഒരു ആംഗിളാണുള്ളത്. മൂന്നാമത്തത് ആദ്യത്തെയും രണ്ടാമത്തേനെ അപേക്ഷിച്ചിട്ട് വേറെ രണ്ടിനും വിത്ത് റെസ്പെക്ട് ബോത്ത് ഓരോ ആംഗിളാണ് ഉള്ളത് അല്ലെ. അപ്പൊ ഓറിയന്റേഷൻ ഡിഫറെന്റ് ഉണ്ട്. നേരെ മറിച്ച് ഈ ബൗണ്ടറി വരുന്ന സ്ഥലത്ത് നോക്കിയാൽ നിങ്ങൾ കുറെ ആറ്റംസ് അടുത്തടുത്തൊക്കെ വരാം അല്ലെ. ചില കേസിൽ ആറ്റംസ് ദൂരം വരാം. അപ്പൊ അവിടെ ഒരു കംപ്രഷൻ ടെൻഷൻ ഒരു ഫെനോമിന അവിടെ നടക്കുന്നുണ്ട്. ഓക്കെ. അതിന് ഗ്രെയിൻ സൈസ് നോക്കുകയാണെങ്കിൽ the size of a crystal depends on the rate at which molten metal is cooled when it reaches the freezing point. ശരിയല്ലേ. ഗ്രെയിൻ സൈസ് ഡിറ്റർമൈൻ ചെയ്യുന്നത് ഒരു ഫാക്ടർ വന്ന് നമ്മൾ കൂൾ ചെയ്യുന്ന ഇതാണ്. നമ്മളിപ്പോൾ സഡൻ കൂൾ ചെയ്തു അല്ലെങ്കിൽ നമ്മൾ ഗ്രാജുവൽ സ്പീഡായിട്ട് കൂൾ ചെയ്യുകയാണെങ്കിൽ നമുക്കറിയാം പല പല സ്ഥലങ്ങളിലായിട്ട് ഇത് സോൾഡിഫൈ ആയിട്ട് തുടങ്ങും അല്ലെ. അപ്പോൾ ഒരുപാട് ന്യൂക്ലിയേഷൻസ് അവിടെ ഇവിടെ ഒക്കെ ഉണ്ടാവും. എന്ന് വെച്ചാൽ കുറെ ഗ്രെയിൻസ് ഫോം ചെയ്യും. റാപ്പിഡ് കൂളിംഗ് റിസൾട്ട്സ് ഇൻ ദ ഫോർമേഷൻ ഓഫ് എ ലാർജ് നമ്പർ ഓഫ് ന്യൂക്ലിയൈ ആൻഡ് ഹെൻസ് എ ലാർജ് നമ്പർ ഓഫ് ക്രിസ്റ്റൽസ് ഓർ ഗ്രെയിൻസ് സ്മോളർ ഇൻ സൈസ് വിൽ ബി ഫോം. കാരണം ഒരുപാട് ന്യൂക്ലിയർ ഫോം ചെയ്യുമ്പോൾ നമ്മൾ ഒരുപാട് സ്ഥലത്ത് ഇത് സോൾവ് ചെയ്ത് വലുതായി തുടങ്ങും അല്ലെ. ഇതിന് ഫർദർ വലുതാവാൻ വേണ്ടി തുടങ്ങും. കാരണം അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ ഒരുപാട് ഗ്രെയിൻസ് ഇതുപോലെ വലുതാവുന്നുണ്ട്. അപ്പോൾ ഗ്രെയിന്റെ സൈസ് ചെറുതായിരിക്കും, ഒരുപാട് ഗ്രെയിൻ ബൗണ്ടറീസ് ഉണ്ടാവും. ഓക്കെ. അപ്പോൾ നമുക്ക് ഈ ന്യൂക്ലിയേഷൻ പ്രോസസ് കൺട്രോൾ ചെയ്യാൻ ഒരുപാട് മെത്തേഡ്സ് ഉണ്ട്. അപ്പൊ നമുക്കിതിപ്പോ ഔട്ട് ഓഫ് സിലബസ് ആണ്. അത് ആസ് ദ ഗ്രെയിൻ സൈസ് ഈസ് ഹാവിംഗ് എഫക്ട് ഓൺ മെറ്റീരിയൽ പ്രോപ്പർട്ടീസ്, there are methods to control the nucleation process and thereby the material properties. അപ്പോ നമുക്കറിയാം ഏത് ഈ ഗ്രെയിനിന്റെ സൈസ് ഡിപ്പെൻഡിങ് ആണ് ഈ പ്രോപ്പർട്ടീസ് അല്ലെ.
ഗ്രെയിൻ സൈസ് മാറുന്നതനുസരിച്ച് പ്രോപ്പർട്ടി ചേഞ്ച് ചെയ്തു. അത് സെയിം മെറ്റീരിയൽ രണ്ടെണ്ണം എടുത്തു. ഒന്നിൽ ഒരു രീതിയിലാണ് ഗ്രെയിൻ സൈസ് ഉള്ളത് കുറവാണ്, മറ്റതിൽ ഗ്രെയിൻ സൈസ് കൂടുതലാണ്. അപ്പൊ ഈ സെയിം മെറ്റീരിയൽ രണ്ട് പ്രോപ്പർട്ടീസ് കാണിക്കും, പ്രോപ്പർട്ടീസ് ഡിഫറൻസ് ഉണ്ടാവും. അപ്പൊ അപ്പൊ ഇത് ഡിപ്പെൻഡ് ചെയ്യുന്ന എങ്ങനെ നമ്മൾ ഇത് എങ്ങനെയാണ് കൂൾ ചെയ്യുന്നത്, ഈ ന്യൂക്ലിയേഷൻ എങ്ങനെ സംഭവിക്കുന്നില്ല ബേസ് ചെയ്തിട്ടാണ് ഇങ്ങനെ ഉണ്ടാവുന്നത്. അപ്പോൾ നമുക്കിത് കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറ്റും, നമ്മൾ മെത്തേഡ്സ് വെച്ചിട്ട് കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, ഗ്രെയിൻ ഷേപ്പ്. ഗ്രെയിൻ ഷേപ്പ് നോക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞു നമ്മൾ പൊതുവെ ഗ്രെയിനിനെ സ്വിച്ച് ചെയ്യുന്ന അതിന്റെ ഒരു ഡയമീറ്റർ വെച്ച് സ്വിച്ച് ചെയ്യും, ആവറേജ് ഡയമീറ്റർ സർക്കുലർ ആണ് അല്ലെങ്കിൽ സ്പെറിക്കൽ ആണെന്നുള്ള ഒരു കൺസെപ്റ്റിലാണ് നമ്മൾ എടുക്കുന്നത്. അപ്പൊ നിങ്ങൾ നോക്കി, ഇപ്പൊ നിങ്ങൾ അവിടെ കാണിക്കുന്ന ഒരു കണ്ടെയ്നർ ആണ്, ഒരു ഫ്ലാസ്ക് പോലെ നിങ്ങൾ കാണിക്കുന്നത്. അത് നിങ്ങളെ ഈ മോൾട്ടൺ മെറ്റൽ ഒഴിക്കുന്ന നമ്മൾ ലാബിൽ ഉണ്ടാക്കിയ ആ സാധനം എന്ന് പറഞ്ഞാൽ ഫൗണ്ടറിയിൽ നമ്മൾ ഉണ്ടാക്കിയ ആ ഒരു മോൾഡാണെന്ന് വിചാരിക്കാം. അല്ല, നിങ്ങൾ ഉണ്ടാക്കിയില്ല, കോക്ക് ആൻഡ് ഡ്രാഗൺ വെച്ചിട്ട് നിങ്ങൾ സാൻഡ് മോൾഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. അവിടെ നമുക്കൊരു ക്യൂബിക് ആണ് ഉണ്ടായത്, സ്ക്വയർ പാറ്റേൺ അല്ലെങ്കിൽ ക്യൂബിക് ഒരു പാറ്റേൺ ഉണ്ടായി. അതിന് പകരം ഇതുപോലത്തെ ഒരു നമുക്ക് ഇതുപോലത്തെ ഒരു മോൾഡാണ് അവിടെ കിട്ടിയത്. അപ്പൊ നമ്മൾ അതിലേക്ക് മോൾട്ടൺ മെറ്റൽ ഒഴിക്കുന്ന സമയത്ത് എന്താ സംഭവിക്കുക? മോൾട്ടൺ മെറ്റൽ ഒഴിക്കുന്ന ആ സ്ഥലത്ത് അല്ലെങ്കിൽ എവിടെയാണ് അതിന്റെ ബൗണ്ടറി, സാൻഡുമായിട്ട് അത് എവിടെയാണ് ബൗണ്ടറി വരുന്നത്, അവിടെ ആയിരിക്കും അത് പെട്ടെന്ന് തന്നെ തണുക്കാൻ വേണ്ടി തുടങ്ങുക. ഇൻ ബിറ്റ്വീൻ മിഡിലേക്കുള്ളതൊക്കെ കുറച്ച് ലേറ്റ് ആയിട്ടാണ് തണുക്കാൻ വേണ്ടി തുടങ്ങുക. ബൗണ്ടറിയിൽ ടച്ച് ചെയ്യുന്ന ഭാഗം പെട്ടെന്ന് തന്നെ തണുക്കാൻ വേണ്ടി തുടങ്ങും, അല്ലെ? അപ്പോൾ വായിച്ചു നോക്കിയേ, നേച്ചർ ഓഫ് the container in which the liquid metal cools will also affect the shape and number of grains. അല്ലെ? അപ്പൊ കണ്ടെയ്നറിന്റെ സ്വഭാവം കൂടി നമ്മളെ ഗ്രെയിൻ സൈസിനെയും ഷേപ്പിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇതിന് ഗ്രെയിൻ സൈസിനെയും ഷേപ്പിനെയും തീരുമാനിക്കുന്നുണ്ട് ഇത് നേച്ചർ ഓഫ് ദ കണ്ടെയ്നർ. ഫിഗർ ഷോസ് ദ നേച്ചർ ഓഫ് ദ ഗ്രെയിൻ ഫൗണ്ട് വെൻ സോളിഡിഫിക്കേഷൻ ടേക്ക് പ്ലേസ് ഇൻ എ ലാർജ് മോൾഡ്. ഒരു വലിയ മോൾഡ്, ഒരു വലിയ കണ്ടെയ്നറിന്റെ അകത്ത് സോളിഡിഫിക്കേഷൻ നടക്കുന്നുണ്ടാവുന്ന ഓരോ ലെയറിലുള്ളത്, അതായത് അതിന്റെ ഔട്ടർ സ്റ്റേജ് പെരിഫറൽ ലെയറിലെ ഗ്രെയിൻ സൈസ്, ഇന്റർമീഡിയറ്റ് ലെയറിലെ ഗ്രെയിൻ സൈസ് കാണാം. അതുപോലെ തന്നെ അകത്ത് മിഡിൽ ലെയറിലെ സെന്റർ പാർട്ടിലെ ഗ്രെയിൻ സൈസ് ഒക്കെ ഡിഫറെന്റ് ആണ്. ഓക്കെ, ഈ ഫിഗർ നിങ്ങൾ പഠിച്ചു നോക്കണം, ഈ ഫിഗർ ഒക്കെ വരക്കണം. അപ്പൊ മെറ്റലർജി ഈ സബ്ജക്റ്റിന്റെ കേസിൽ ഫിഗറിനൊക്കെ ആഡഡ് അഡ്വാൻറ്റേജ് ഉണ്ടാവും. മോസ്റ്റ്ലി നിങ്ങളോട് ഫിഗർ വരക്കാൻ തന്നെ ചോദിക്കും. ഇല്ലാത്ത പക്ഷം ഫിഗർ വരച്ച് വെച്ചാൽ നമുക്ക് കുറച്ച് എഴുതിയാലും മതി. ഫിഗറിന് എപ്പോഴും അഡ്വാൻറ്റേജ് ഉണ്ട്, നമുക്ക് മാർക്ക് സ്കോർ ചെയ്യും. അപ്പൊ ഗ്രെയിനിന്റെ ഷേപ്പാന്ന് പറയും. നമുക്ക് ആ ഫിഗർ കാണുന്ന പോലെ നമുക്കറിയാം, അറ്റത്തൊക്കെ നോക്കിയാൽ ഏറ്റവും അറ്റത്തൊക്കെ എന്താണ് ഇതിന്റെ ബൗണ്ടറിയിൽ വരുന്നതൊക്കെ ഫൈൻ ഗ്രെയിൻസ് ആണ്. ഫൈൻ എന്ന് പറഞ്ഞാൽ ചെറുത്, ഫൈൻ ഗ്രെയിൻസ് ആണ്. പക്ഷെ അകത്തേക്ക് പോകുന്നതനുസരിച്ച് അത് സൈസ് കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ നോക്കിയേ, ഇതിൽ ലാസ്റ്റ് പറഞ്ഞു ഡിഫറെന്റ് സോൺ ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. അപ്പൊ ഫസ്റ്റ് സോൺ ഈസ് നിയർ ടു ദ മോൾഡ് വാൾസ്, ഫസ്റ്റ് സോൺ ഈസ് നിയർ ടു ദ മോൾഡ് വാൾസ് വേർ ഫൈൻ ഗ്രെയിൻസ് ആർ ഒബ്സർവ്ഡ്. സെക്കൻഡ് സോൺ എന്താണ്, ലോങ് കോളുമിനാർ ഗ്രെയിൻസ് ആർ സീൻ ദർ, ആൻഡ് ഇൻ ദ തേർഡ് സോൺ ഇക്വാച്ചഡ് ഗ്രെയിൻസ് ആർ സീൻ. അതാണ് അപ്പൊ ഫൈൻ ഗ്രെയിൻസ് ആണ് ഏറ്റവും അറ്റത്ത്, അതിന്റെ ശേഷം വരുന്നത് കോളുമിനാർ ഗ്രെയിൻസ് ആണ്, അതിനുശേഷം വരുന്നത് ഇക്വാച്ചഡ് ഗ്രെയിൻസ് ആണ് വരുന്നത്. അപ്പൊ ഈ ടേംസ് പേരും ഈ ഫിഗറും ഈ പേരുകളും ഓർത്ത് വെക്കുക. ഗ്രെയിൻ ഫോർമേഷൻ ഒരു കണ്ടെയ്നറിന്റെ നേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഇതിന്റെ ഫസ്റ്റ് പോയിന്റ്, വലിയൊരു മോൾഡ് മേക്കിംഗ് കണ്ടെയ്നർ ആണെങ്കിൽ അതിന്റെ ഓരോ സോണിലും ഓരോ സൈസ് ആയിരിക്കും, അല്ലെങ്കിൽ ഓരോ ഷേപ്പ് ആയിരിക്കും ഗ്രെയിൻ ഉണ്ടാവുക. ആ ഷേപ്പിന്റെ പേരും പഠിച്ചു നോക്കുക. ഓക്കെ, ഗ്രെയിൻ ബൗണ്ടറി. ഗ്രെയിൻ ബൗണ്ടറിന്റെ കേസ് ഒക്കെ നമ്മൾ ഇപ്പൊ നോക്കി, ഗ്രെയിൻ ബൗണ്ടറി എങ്ങനെ ഉണ്ടാകുന്നത് അല്ലെ? അത് നമ്മൾ സോളിഡിഫിക്കേഷന്റെ ആ ഒരു പ്രോസസ്സിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ഗ്രെയിൻ ബൗണ്ടറീസ് കൂടുതലാണോ കുറവാണോ, ഗ്രെയിൻ സൈസിനൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഗ്രെയിൻ ബൗണ്ടറി ഫോർമേഷൻ ഉണ്ടാകുന്നത്. അപ്പോൾ അതിന്റെ ഇത് ഇവിടെ എഴുതിയ നിങ്ങൾ വായിക്കുക, എന്താണെന്നില്ല ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ നിങ്ങൾ നോക്കിയാൽ ഇപ്പൊ അതിന്റെ ഏറ്റവും ലാസ്റ്റ് പോയിന്റ് നോക്കി, എപ്പോഴും അവിടെ ഗ്രെയിൻ ബൗണ്ടറിന്റെ അപ്പുറത്തും ഇപ്പുറത്തുള്ള രണ്ട് ഗ്രെയിൻസ് നോക്കിയാലോ അതിന്റെ ഓറിയന്റേഷനിൽ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നുണ്ട്. എന്ന് വെച്ചാൽ എന്താണ്, ഓറിയന്റേഷൻ ഒരുപോലെയാണെങ്കിലോ നമുക്ക് പറയും അത് സെയിം അലൈൻമെന്റ് ആണെന്ന് പറയാം, അല്ലെ? ശരിയല്ലേ? സെയിം അലൈൻമെന്റ് ആണെന്ന് പറയാം. ഓറിയന്റേഷൻ മാറിയാൽ നമ്മൾ അതിനെ മിസ് അലൈൻമെന്റ് എന്ന് പറയുന്നത്, അല്ലെ? അപ്പൊ ഈ മിസ് അലൈൻമെന്റിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് രണ്ട് ടൈപ്പ് ഓഫ് ഗ്രെയിൻ ബൗണ്ടറി നമുക്ക് പറയാം. അപ്പൊ വേറെയും കുറെ ക്ലാസിഫിക്കേഷൻ ഉണ്ട്, ടിൽറ്റ്, ട്വിസ്റ്റ് എന്നൊക്കെ പറഞ്ഞത്. അപ്പൊ ലോ ആംഗിൾ ഗ്രെയിൻ ബൗണ്ടറി ഉണ്ട്, ഹൈ ആംഗിൾ ഗ്രെയിൻ ബൗണ്ടറി ഉണ്ട്. നോക്കിയാൽ അടുത്തൊരു ഫിഗർ നമുക്ക് നോക്കാം. ഈ ഫിഗറിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റുന്ന 3 ഗ്രെയിൻസ് ഉണ്ടല്ലേ. ഈ ഒരു ഫിഗർ ഒരു മെറ്റീരിയൽ ആണെങ്കിൽ അതിൽ 3 ഗ്രെയിൻസ് കാണിക്കുന്നത്. ആദ്യം ഞാനിപ്പോ കേഴ്സർ വെച്ച സ്ഥലത്ത് ഒരു ടോപ്പ് റൈറ്റ് എൻഡിൽ ഒരു പർട്ടിക്കുലർ അറേഞ്ച്മെന്റ് ഓഫ് ക്രിസ്റ്റൽ ആറ്റംസ് വെച്ചിട്ടുള്ള ഒരു ഗ്രെയിൻ ഉണ്ട്. അതൊരു പർട്ടിക്കുലർ ബൗണ്ടറി ആണ് ഈ ഡോട്ടർ ലൈൻ കാണിക്കുന്നത്. അതിന് താഴെയുള്ളത് വേറൊരു ഗ്രെയിൻ ആണ്, സെക്കൻഡ് ഗ്രെയിൻ. അതിന്റെ ഇവിടെ ആദ്യം ഒരു ഡോട്ടർ ലൈൻ കാണിക്കുന്നുണ്ട്, അതിന്റെ ലോവർ റൈറ്റ് എൻഡിലേക്കായിട്ട് ഒരു തേർഡ് ഒരു ഗ്രെയിൻ. അപ്പൊ അതിന്റെ ഒരു ക്രിസ്റ്റൽ, ആ ഒരു ക്രിസ്റ്റലിന്റെ അറ്റോമിക് അറേഞ്ച്മെന്റ് ആണ് അകത്ത് കാണിക്കുന്നുള്ളത്, കുറെ സർക്കുലർ സ്ഫെറിക്കൽ ബോൾസ് പോലെ. ഓക്കെ, അപ്പൊ നിങ്ങൾ നോക്കിയേ,
ആദ്യത്തെ ഞാൻ ടോപ്പിൽ കാണിച്ച ഗ്രെയിൻസിന്റെ അറേഞ്ച്മെന്റ് നോക്കി, അത് നോക്കി, അവിടെ ഇല്ല, ആ ഗ്രെയിനിന്റെ ഉള്ളിലെ ആറ്റംസ് എല്ലാം നോക്കി ഒരു ലൈനിലാണുള്ളത് അല്ലെ, ഒരു പർട്ടിക്കുലർ ഫാഷനിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഗ്രെയിൻ ബൗണ്ടറിന്റെ ഇപ്പുറത്ത് വന്നിട്ടാകുമ്പോൾ അത് മാറി, അവിടെ ഇല്ല ഗ്രെയിൻ, സെക്കൻഡ് ഗ്രെയിനിൽ വേറെ രീതിയിലാണ്. അപ്പൊ നമ്മൾ ഒരു ലൈന് പ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ ഫസ്റ്റ് ഗ്രെയിൻ ഒരു അറ്റോമിക് അറേഞ്ച്മെന്റ് എങ്ങനെയാണ് ഉള്ളത് അതിലേക്ക് ഒരു ലൈൻ പ്ലോട്ട് ചെയ്തു. In the second grain also we will plot a line, similar line based on the arrangement of the grain. Both the arrangement are same. Both the arrangement of the atoms are same in these adjacent grains. എന്താ സംഭവിക്കുക, രണ്ട് ലൈനും സെയിം പാത്തിലൂടെ പോകല്ലേ, കോയിൻസൈഡ് ചെയ്തിട്ട് അല്ലെ, ശരിയല്ലേ? പക്ഷെ ഇവിടെ അങ്ങനെയല്ല സംഭവിക്കുന്നത്, രണ്ട് ലൈൻ ഓഫ് ആക്ഷനിലുള്ളത്. അപ്പൊ നോക്കിയേ, അപ്പൊ അതിന്റെ ആംഗിൾ നമുക്ക് എത്രയാണ് ഇത് മിസ്അലൈൻ ചെയ്തിട്ടുള്ളത്, ആംഗിൾ ഓഫ് മിസ്അലൈൻമെന്റ് നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. അതാണ് ടോപ്പിൽ പറയുന്നത് ആംഗിൾ ഓഫ് മിസ്അലൈൻമെന്റ്. അതുപോലെ തന്നെ നോക്കിയാൽ താഴത്തെ രണ്ട് ഗ്രെയിൻസ്, സെക്കൻഡ് ഗ്രെയിനും തേർഡ് ഗ്രെയിനും തമ്മിലുള്ള മിസ്അലൈൻമെന്റിന്റെ ആംഗിൾ ആണ് ഇവിടെ ആംഗിൾ ഓഫ് മിസ്അലൈൻമെന്റ് താഴെ കാണിക്കുന്നത്. ഇപ്പോൾ കേഴ്സറിലെടുത്ത് ഈ രണ്ട് ആംഗിൾ ഓഫ് മിസ്അലൈൻമെന്റും വ്യത്യാസം ഉണ്ടല്ലോ, ഒന്ന് കുറവാണ് ആംഗിൾ, മുകളിലത്തത് കൂടുതലാണ്, താഴത്തത് കുറവാണ്. അപ്പൊ ഈ ആംഗിൾ ഓഫ് മിസ്അലൈൻമെന്റ് വെച്ചിട്ട് നമുക്ക് അങ്ങനെയാണ് നമ്മൾ ഇതിനെ ക്ലാസിഫൈ ചെയ്യുന്നത്, ഇത് ലോ ആംഗിൾ ഗ്രെയിൻ ബൗണ്ടറി ആണോ അതോ ഹൈ ആംഗിൾ ഗ്രെയിൻ ബൗണ്ടറി ആണോ. അപ്പൊ ഈ മിസ്അലൈൻമെന്റ് സാധാരണയായിട്ട് 5 ഡിഗ്രി ടു 10 ഡിഗ്രി, മീൻസ് 10 ഡിഗ്രി വരെ ആണെങ്കിൽ, 10 ഡിഗ്രിയിൽ താഴെയാണ് മിസ്അലൈൻമെന്റ് എങ്കിൽ നമ്മൾ അതിനെ ലോ ആംഗിൾ ഗ്രെയിൻ ബൗണ്ടറി എന്നാണ് പറയുന്നത്. 10 ഡിഗ്രിക്ക് മുകളിൽ ഈ മിസ്അലൈൻമെന്റ് വരുന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ ഹൈ ആംഗിൾ ഗ്രെയിൻ ബൗണ്ടറി എന്ന് പറയും. ഓക്കെ ഓക്കെ, അത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഓക്കെ അല്ലേ, റെസ്പോണ്ട് ചെയ്തേ. ഓക്കെ അല്ലേ, ചോദിച്ചോ. ഓക്കെ, നിങ്ങൾക്ക് ഡൗട്ട്സ് വന്നെങ്കിൽ ഉണ്ടെങ്കിൽ ഇൻഡിവിജ്വൽ ആയിട്ട് നിങ്ങൾക്ക് അത് മെസ്സേജ് ചെയ്ത് ചോദിക്കാം കേട്ടോ. ഇവിടെ ചോദിക്കാം, അല്ലെങ്കിൽ ക്ലാസ് കഴിഞ്ഞിട്ട് എനിക്ക് വാട്സാപ്പോ ചെയ്യാം. ഓക്കെ, അല്ലെങ്കിൽ മെസ്സേജ് ചെയ്യാം. നിങ്ങൾ അതുപോലെ തന്നെ വേറെ കാര്യം പറയാം, നിങ്ങൾ ഗൂഗിൾ ക്ലാസ് റൂമിൽ കുറച്ച് പേരും കൂടി ബാക്കി ഉണ്ട് ജോയിൻ ചെയ്യാൻ. അവർ പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക, കാരണം എനിക്കൊരു അസൈൻമെന്റ് എനിക്ക് തരാനുണ്ട്. അപ്പോ ഇന്ന് തന്നെ എല്ലാവരോടും ജോയിൻ ചെയ്യാൻ വേണ്ടി പറയാം. ഓക്കെ, നെക്സ്റ്റ് വരുന്ന എഫക്ട്സ് ഓൺ ഡിസ്ലൊക്കേഷൻ. അപ്പൊ ഈ ഡിസ്ലൊക്കേഷൻ എന്താണെന്നുള്ളത് നമ്മൾ സെക്കൻഡ് മൊഡ്യൂൾ പഠിക്കും, അന്നേരം അത് ക്ലിയർ ആയിട്ട് എന്താണെന്നുള്ളത് പറഞ്ഞുതരാം. അപ്പോൾ ജസ്റ്റ് എഫക്ട്സ് ഓൺ ഡിസ്ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ, ഡിസ്ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇംപെർഫെക്ഷൻസ് ആണ്. ഒരു സോളിഡിൽ ഉണ്ടാകുന്ന ഇംപെർഫെക്ഷൻസ്, കുറെ ടൈപ്പ് ഇംപെർഫെക്ഷൻസ് ഉണ്ട്, കുറെ ടൈപ്പ് ഡിഫക്ട്സ് എന്ന് പറയാം. അതിൽ ഈ ഡിസ്ലൊക്കേഷനിൽ തന്നെ എഡ്ജ് ഡിസ്ലൊക്കേഷൻ, ട്യൂബ് ഡിസ്ലൊക്കേഷൻ എന്ന് പറഞ്ഞിട്ട് കുറെ ഡിസ്ലൊക്കേഷൻ വരുന്നുണ്ട്. അപ്പോ അതെന്താണെന്ന് നമുക്ക് പിന്നീട് നോക്കാം. അപ്പൊ ഈ ഡിസ്ലൊക്കേറ്റ് ചെയ്യുന്ന വെച്ചാൽ ഇത് മൂവ് ചെയ്യുന്നതാണ്, ഈ പ്ലെയിൻസിന്റെ ഒരു മൂവ്മെന്റ് ആണ് ഡിസ്ലൊക്കേഷൻ എന്ന് പറയുന്നത്. അപ്പൊ അതും ഈ ഗ്രെയിൻ ബൗണ്ടറി ആയിട്ട് അല്ലെങ്കിൽ ഗ്രെയിൻസ് ആയിട്ട് എങ്ങനെ അതിന്റെ ഒരു റിലേഷൻ, അതിന്റെ എഫക്ട് ഗ്രെയിൻ ബൗണ്ടറി എങ്ങനെയാണ് എഫക്ട് ചെയ്യുന്ന പറയുന്നത് ഇവിടെ. ഹൈ ആംഗിൾ ഗ്രെയിൻ ബൗണ്ടറി റെപ്രസെന്റ് ഏരിയ ഓഫ്, ഓക്കെ. അപ്പൊ ഇവിടെ സംഭവിക്കുന്ന വെച്ചാൽ ഗ്രെയിൻ ഈ ഡിസ്ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇതിന്റെ മൂവ്മെന്റ് ആണ്, പ്ലെയിൻസിന്റെ മൂവ്മെന്റ് ആണ്. അപ്പോൾ നമുക്ക് ഗ്രെയിൻ ബൗണ്ടറി ഉള്ള സ്ഥലത്ത് ഇതിന് മൂവ് ചെയ്യാൻ വേണ്ടി പറ്റൂല. അപ്പൊ എന്ത് ചെയ്യും, ബൗണ്ടറി എവിടെയാണോ ബൗണ്ടറി ഉള്ളത് അവിടെ ഇത് പോയിട്ട് അവിടെ പോയിട്ട് സ്റ്റോപ്പ് ചെയ്യും ഈ ഡിസ്ലൊക്കേഷൻസ്. ഓക്കെ, അപ്പൊ എന്താണ്, ഗ്രെയിൻ ബൗണ്ടറീസ് ഓഫൺ ഹിൻഡർ ദ ട്രാൻസ്മിഷൻ ഓഫ് ഡിസ്ലൊക്കേഷൻ, which will create a dislocation pile up എന്ന് പറഞ്ഞാൽ അവിടെ അടിഞ്ഞുകൂടും അല്ലെ, pile up at the boundary and thereby making the material harder to deform. അപ്പൊ ഇതുപോലത്തെ ഗ്രെയിൻസിന്റെ അകത്ത് ഡിസ്ലൊക്കേഷൻസ് ഉണ്ടാകുന്ന സമയത്ത് എന്താ ചെയ്യാന്ന് വെച്ചാൽ ഡിസ്ലൊക്കേഷൻ അത് മൂവ് ചെയ്യും, അതൊരു ഡിഫോർമേഷൻ ആണ്. മൂവ് ചെയ്യുന്ന സമയത്ത് അത് ഗ്രെയിൻ ബൗണ്ടറിന്റെ അടുത്ത് പൈൽ അപ്പ് ചെയ്യും, ആ ഭാഗത്ത് സ്ട്രെയിൻ ഹാർഡനിങ് ഉണ്ടാക്കുകയും ചെയ്യുന്നു. എന്ന് വെച്ചാൽ അവിടെ അത് ആ മെറ്റീരിയൽ ആ ഭാഗത്ത് ഹാർഡൻ ചെയ്യും. എന്ന് വെച്ചാൽ എപ്പോഴും ഒരു ഗ്രെയിൻ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ ഔട്ടർ പെരിഫറി, അതിന്റെ ആ ബൗണ്ടറിന്റെ റീജിയനിൽ എപ്പോഴും അത് ഹാർഡൻ ചെയ്തിട്ടുണ്ടാവും. ചെറിയ ഗ്രെയിൻ ആണെങ്കിലോ മൊത്തം ഗ്രെയിനും അതിന്റെ സ്ട്രെങ്ത് അല്ലെങ്കിൽ ഹാർഡനിങ് സംഭവിക്കും. ഓക്കെ, അപ്പൊ ഈ ഡിസ്ലൊക്കേഷൻ എപ്പോഴും അതിന്റെ ഡിസ്ലൊക്കേഷൻ ഉണ്ടായി കഴിഞ്ഞാൽ ഇതുപോലെ ബൗണ്ടറിയിൽ നിന്ന് അത് ഫർദർ ഡിസ്ലൊക്കേഷനിൽ ഒറിജിൻ ചെയ്യും അവിടുന്ന്. അങ്ങനെ ഇത് മെറ്റീരിയലിനെ ഹാർഡൻ ചെയ്യാൻ കാരണമാകും. ദീസ് പൈലപ്സ് ഇൻട്രൊഡ്യൂസ് സ്ട്രെസ് കോൺസെൻട്രേഷൻ ahead of the slip planes, അല്ല ഇത് പ്ലെയിൻസിന്റെ ഡിസ്ലൊക്കേഷൻ ആണ്, ആൻഡ് ജനറേറ്റ് ന്യൂ ഡിസ്ലൊക്കേഷൻസ് ഇൻ adjacent grains. തൊട്ടടുത്ത ഗ്രെയിൻസിലൊക്കെ ഇതുപോലത്തെ ഡിസ്ലൊക്കേഷൻസ് ഉണ്ടാക്കും. As more slip planes are in operation near the grain boundaries, hardness will be higher near the boundary than at the center. അപ്പൊ ഈ ഗ്രെയിൻസിന്റെ ഹാർഡ്നെസ് ബൗണ്ടറി റീജിയണിൽ കൂടുതലായിരിക്കും. When the grain size is reduced, the behavior near the boundary will also be felt at the center of grain, and the grains will have uniform hardness. Okay, grain size കുറയുന്ന സമയത്ത് എന്താ സംഭവിക്കുക, ആ ഗ്രെയിൻ കംപ്ലീറ്റ് ആയിട്ട് യൂണിഫോം ആയിട്ട് ഒരേ ഹാർഡ്നെസ്സിൽ ഉണ്ടാവും. നേരെ വെച്ച് വലിയ ഗ്രെയിൻ ആണെങ്കിൽ അതിന്റെ ബൗണ്ടറി റീജിയനിൽ മാത്രം അത് ഹാർഡ് ആയിരിക്കും, അകത്ത് അത്രയും ഹാർഡ്നെസ് ഉണ്ടാവില്ല. Okay, a fine grained material imposes more barriers to dislocation, mobility, and leads to higher strength and hardness. Okay, അപ്പൊ എപ്പോഴും ഈ ഗ്രെയിൻ ബൗണ്ടറീസ് കുറവുള്ള സ്ഥലത്തൊക്കെ ഡിസ്ലൊക്കേഷൻസ് ഉണ്ടാവുമ്പോൾ അത്
ഗ്രെയിൻസിനെ ഹാർഡൻ ചെയ്യാൻ കാരണമാകുന്നു. കുറച്ച് വലിയ ഗ്രെയിൻസ് ആണെങ്കിൽ ഡിസ്ലൊക്കേഷൻസ് ഉണ്ടാകുമ്പോൾ ഹാർഡൻ ചെയ്യും അറ്റ് ദ പെരിഫറി ഓഫ് ദി ഗ്രെയിൻസ്. അപ്പോൾ ഡിസ്ലൊക്കേഷൻ വരുമ്പോൾ അതെന്താണെന്ന് കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് പറയാം. അതുപോലെ എഫക്ട്സ് ഓൺ ക്രീപ്പ്. ഇപ്പൊ നിങ്ങൾ ക്രീപ്പ് എന്താണെന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. നമ്മൾ സാധാരണ നിങ്ങൾ ഇതിൽ മെക്കാനിക്സ് സോളിഡ്സിലൊക്കെ നമ്മൾ ക്രീപ്പ്, ഫാറ്റിക്, സ്ട്രെങ്ത്, സ്റ്റിഫ്നെസ് ഒക്കെ നമ്മൾ കുറെ കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. ക്രീപ്പ് ഒരു എന്താ ഒരു എബിലിറ്റി എന്ന് പറയാം, അല്ലെങ്കിൽ അതൊരു ഒരു ഫ്രാക്ചർ എന്നും പറയാം അതിനാണ്. ഓക്കെ, ഫെയിലിയർ എന്നും പറയാം. ഫ്രാക്ചർ അല്ല, സോറി, ഫെയിലിയർ എന്നും പറയാം. പക്ഷെ മെറ്റീരിയൽ സയൻസിൽ ക്രീപ്പ് എന്ന് വെച്ചാൽ ഡിഫോർമേഷൻ തന്നെയാണ്. പക്ഷെ അത് നമ്മൾ പഠിക്കുന്ന MOS മെക്കാനിക്കൽ സോളിഡ്സ് പോലെയല്ല, ചെറിയ വ്യത്യാസമുണ്ട്. ഇത് വെരി ഹൈ ടെമ്പറേച്ചറിലാണ് സാധാരണയായിട്ട് ക്രീപ്പ് ഉണ്ടാവുക ഇവിടെ. അപ്പൊ നോക്കി എന്താണ് എഴുതിയെന്ന് വായിച്ചത്. ഇൻ മെറ്റീരിയൽ സയൻസ്, ക്രീപ്പ്, ഇറ്റ്സ് ഓൾസോ കോൾഡ് കോൾഡ് ഫ്ലോ, ഈസ് ദ ടെൻഡൻസി ഓഫ് എ സോളിഡ് മെറ്റീരിയൽ ടു മൂവ് സ്ലോലി, tendency of a solid material to move slowly or deform permanently under the influence of persistent mechanical stresses. അപ്പോൾ ഒരു കണ്ടിന്യൂസ് ആയ കോൺസ്റ്റന്റ് മെക്കാനിക്കൽ സ്ട്രെസ്സസ് ആക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ മെറ്റീരിയലിന്റെ മുകളിൽ, അത് ഒരു പീരീഡ് ഓഫ് ടൈം കഴിഞ്ഞാൽ ഹൈ ടെമ്പറേച്ചറിൽ, പ്രത്യേകിച്ച് ഹൈ ടെമ്പറേച്ചറിൽ കൂടി ആണെങ്കിൽ അവിടെ ഈ ക്രീപ്പ് എന്നുള്ള ഒരു മെറ്റീരിയലിന്റെ ഒരു ഡിഫോർമേഷൻ അല്ലെങ്കിൽ ഒരു ഡിഫക്റ്റ് അല്ലെങ്കിൽ ഡിഫോർമേഷൻ അവിടെ സംഭവിക്കും. That is the tendency of a material to slowly deform over a long period of exposure to high level of stress, particularly at high temperature. Okay, അതിനാണ് നമ്മൾ ക്രീപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ മെറ്റീരിയൽസിന് എപ്പോഴും എന്താണ്, ക്രീപ്പ് റെസിസ്റ്റ് ചെയ്യാനുള്ള ഒരു കഴിവ് വേണം. ഓക്കെ, an important property of materials is their resistance to creep. Creep resistance is a term used that refers to a solid material's ability to resist creep. Okay, എന്താ സംഭവിക്കുന്നത് നോക്കി വെച്ചാൽ, at a higher temperature the grain boundaries become weaker. ഇവിടെ ഒരു ഫിഗർ എടുത്തിട്ടുണ്ട്. ഈ ഫിഗറിൽ നോക്കിയ പെട്ടെന്ന് നോക്കാം. 3 ഗ്രെയിൻസ് കാണിക്കുന്നുണ്ടല്ലേ. ആദ്യത്തെ ഫിഗറിൽ നോക്കിയ 3 ഗ്രെയിൻസ് 1, 2, 3 എന്നൊക്കെ കാണിക്കുന്നുണ്ട്. ഇൻ ബിറ്റ്വീനിൽ GB എന്നിട്ട് ഗ്രെയിൻ ബൗണ്ടറി, GB13, 1 ഉം 3ന്റെ ഇടയിൽ ഗ്രെയിൻ ബൗണ്ടറി, GB12, 1നും 2നും ഇടയിൽ ഗ്രെയിൻ ബൗണ്ടറി. ആ ഗ്രെയിനിലേക്ക് നമ്മൾ നോക്കിയ എയറോ മാർക്കായിട്ട് മുകളിലേക്കും താഴേക്കും കാണിക്കുന്നത് നമ്മൾ സ്ട്രെസ് അപ്ലൈ ചെയ്യുന്നുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും സ്ട്രെസ് അപ്ലൈ ചെയ്യുന്നുണ്ട്, കോൺസ്റ്റന്റ് ആയിട്ട് സ്ട്രെസ് അപ്ലൈ ചെയ്യുന്നത്. അപ്പൊ ഒരു പീരീഡ് ഓഫ് ടൈം കഴിയുമ്പോൾ എന്താവും, ഇവിടെ കാണിക്കുന്നത് ബിഫോർ ഡിഫോർമേഷൻ ആണ്. രണ്ടാമത്തെ ഫിഗറിൽ സെയിം സാധനം ആഫ്റ്റർ ഡിഫോർമേഷൻ ആണ് കാണിക്കുന്നത്. ഇവിടെ നോക്കി നിങ്ങൾ സൈഡിൽ. സോ ഇഫ് യു ഡ്രോ സം ടെസ്റ്റ് ലൈൻസ് അക്രോസ് ദ ഗ്രെയിൻ ബൗണ്ടറി ബിഫോർ ഡിഫോർമേഷൻ, ഇറ്റ് ഈസ് സീൻ ഗ്രെയിൻ അക്രോസ് ദ ഗ്രെയിൻ ബൗണ്ടറീസ് ആർ സ്ലൈഡ്സ്, ഇറ്റ് വിൽ സ്ലൈഡ്സ് വിത്ത് റെസ്പെക്ട് ടു ഈച്ച് അതർ. അതായത് പറഞ്ഞു വന്നത്, ഇപ്പൊ നമുക്കറിയാം, നമ്മളൊരു ലെറ്റർ ഒക്കെ അയക്കുന്ന സമയത്ത് ലെറ്റർ കവറിൽ ഇട്ടിട്ട് ആ കവർ നമ്മൾ ഒട്ടിക്കും അല്ലെ. ഒട്ടിച്ചിട്ട് നമ്മൾ അതിന്റെ മുകളിൽ ഇങ്ങനെ ലൈൻസ് വരക്കില്ലേ. എന്തിനാണ്? അത് പൊട്ടിച്ചോ ഇല്ലയോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടല്ലേ. കിട്ടുന്ന ആൾക്ക് പൊട്ടിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും ഒട്ടിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, ആ ലൈൻസ് നേരത്തെ വരച്ച അതേ ലൈൻ ഓഫ് ആക്ഷൻ തന്നെ വരില്ല, മാറിയിട്ടുണ്ടാവും. അപ്പൊ അത് മനസ്സിലാക്കാൻ നമ്മൾ അവിടെ അങ്ങനെ ചെയ്യാറ്. സിമിലർലി നമ്മളിപ്പോ ഡിഫോം ചെയ്യുന്നതിന് മുമ്പ് ഒരു ഗ്രെയിൻ ബൗണ്ടറിന്റെ അക്രോസ് ആയിട്ട് കുറച്ച് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറെ ലൈൻസ്, ഒരു 3 ലൈൻ ഇവിടെ വരച്ചിട്ടുണ്ടല്ലേ, വരച്ചു. എന്നിട്ട് ഡിഫോം ചെയ്തതിന് ശേഷം നോക്കുമ്പോൾ നമുക്ക് മനസ്സിലായി, 2 ഗ്രെയിൻ ബൗണ്ടറിന്റെ അപ്പുറത്തോ ഇപ്പുറത്തുള്ള 2 ഗ്രെയിൻസിൽ എന്ത് സംഭവിച്ചു, ആ ലൈൻ മാറിയിട്ടുണ്ട്. അതപ്പോ ഒരു ഗ്രെയിൻ വിത്ത് റെസ്പെക്ട് അതർ, അല്ലെങ്കിൽ രണ്ടും പരസ്പരം വിത്ത് റെസ്പെക്ട് വന്നത് അത് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്തിട്ടുണ്ട്, സ്ലൈഡ് ചെയ്തിട്ടുണ്ടെന്ന് മനസ്സിലായി. അപ്പൊ ഇതിനെയാണ് നമ്മൾ ക്രീപ്പ് എന്ന് പറയുന്നത്. ഈ ക്രീപ്പ് ടെൻഡൻസി ഹൈ ടെമ്പറേച്ചറിൽ കൂടുതലായിരിക്കും. കാരണം ഹൈ ടെമ്പറേച്ചറിൽ ഈ ഗ്രെയിൻ ബൗണ്ടറി വീക്കൻ ചെയ്യും, വീക്ക് ആവും. അപ്പോൾ അവിടെ ഉണ്ടാകുന്ന ക്രീപ്പ് കൂടും. The phenomenon of grain boundary sliding is observed above 0.5 times the melting point temperature. So melting point temperature 0.5 times എന്ന് വെച്ചാൽ 1/2 times അത്ര ആകുമ്പോഴാണ് ഈ ഫെനോമിന കണ്ടു തുടങ്ങുന്നത്. ഹൈ ടെമ്പറേച്ചറിൽ കണ്ടു തുടങ്ങുന്ന ഫെനോമിനയാണ്. This phenomena increases with the temperature and leads to creep in crystalline materials. അപ്പൊ എന്താണ് ക്രീപ്പ് എന്നുള്ള ജസ്റ്റ് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ഇതിനെ കുറിച്ചിട്ടെല്ലാം പിന്നീട് ഡീറ്റെയിൽ ആയിട്ട് വരും. അപ്പോൾ ഗ്രെയിൻ ബൗണ്ടറി വരുന്നത് കൊണ്ട് അതിന്റെ ഒരു റിലേഷൻ പറഞ്ഞു. ഓക്കെ, ഇനി ഈ ഇതിൽ തന്നെ നമുക്ക് അവസാനമായിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഹോൾപെക്ക് ഇക്വേഷൻ. ഹോൾപെക്ക് ഇക്വേഷൻ gives a general relationship between the yield stress and grain size of the material. അപ്പൊ നമുക്കറിയാം, മെറ്റീരിയൽ ഈൽഡ് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ അറിയാലോ, മെറ്റീരിയൽ ഇപ്പൊ നമ്മൾ അതിനൊരു യൂണിയാക്സിൽ ടെൻഷൻ കൊടുത്തു കഴിഞ്ഞാൽ അത് ഈൽഡ് ചെയ്യും, അല്ല അത് വലിഞ്ഞു പോകും, അവസാനം അത് എന്താണ് ബ്രേക്ക് ചെയ്യും അല്ലെ, റപ്ചർ ചെയ്യും. നേരെ മറിച്ച് ഇത് പ്ലാസ്റ്റിക്, അതായത് മെറ്റീരിയൽ എലാസ്റ്റിക് ആണെങ്കിൽ മാത്രമാണ് അത് അങ്ങനെ ഈൽഡ് ചെയ്ത് പോവാം, എലാസ്റ്റിക് ഡിഫോർമേഷൻ. നേരെ മറിച്ച് അത് എലാസ്റ്റിക് അല്ല, അത് ബ്രിട്ടിൽ കേസ്, ഡക്റ്റൈൽ അല്ല. പക്ഷെ ബ്രിട്ടിൽ ആണെങ്കിലോ അത് പെട്ടെന്ന് തന്നെ അത് ഫ്രാക്ചർ ചെയ്യും അല്ലെ, അധികവും ഈൽഡിങ് ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ ഈ ഈൽഡ് സ്ട്രെസ് സിഗ്മ 0 എന്ന് പറയുന്നത് ഈൽഡിങ് സ്ട്രെസ് ആണെന്ന് പറയുന്നത്, അതായത് സ്ട്രെസ് നീഡഡ് ടു കോസ് പ്ലാസ്റ്റിക് ഡിഫോർമേഷൻ. എത്ര സ്ട്രെസ് കൊടുക്കുമ്പോഴാണ് പ്ലാസ്റ്റിക്കിൽ ഡിഫോം ചെയ്യുന്നത്. ഓക്കെ,
അപ്പൊ അതിന്റെ ഒരു ഇക്വേഷനാണ് തന്നിട്ടുള്ളത്. ഈ ഇക്വേഷൻ ബേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് പ്രോബ്ലംസ് ചോദിക്കും. സിഗ്മ 0 ഈക്വൽ ടു സിഗ്മ ഐ പ്ലസ് കെ ബൈ റൂട്ട് ഡി ആണ് ഇക്വേഷൻ. സിഗ്മ 0 is the yield strength, d is the average diameter of grain, and sigma I and k are constants for the materials. ഓക്കെ, അപ്പൊ കോൺസ്റ്റൻസ് നിങ്ങൾക്ക് തരും ക്വസ്റ്റ്യനിൽ. ഇപ്പൊ സിമ്പിൾ പ്രോബ്ലംസ് നിന്ന് ചോദിക്കും. അപ്പൊ ഈ പ്രോബ്ലംസ് ഒക്കെ അസൈൻമെന്റ് ആയിട്ട് അല്ലെങ്കിൽ നമ്മൾ വേറെ പ്രോബ്ലം ആയിട്ട് ഞാൻ നിങ്ങൾക്ക് തരുന്നതായിരിക്കും. ഇവിടെ ചെയ്യാനുള്ള സമയം ഇപ്പോൾ ഇല്ല നമുക്ക്. അപ്പോൾ ഇത് 2-3 ഏരിയ എന്നാണ് ഈ മൊഡ്യൂളിന് പ്രോബ്ലംസ് ചോദിക്കാൻ ഇക്വേഷൻസ് ഇല്ലത്. ഒന്ന് നമ്മളെ ഡെൻസിറ്റി ബേസ് ചെയ്തിട്ട് ഒരു ഇക്വേഷൻ സ്ലൈഡിൽ നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടും. ഞാനപ്പോൾ നിങ്ങളെ സ്ലൈഡിൽ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് തന്നെ വെച്ചിട്ടുണ്ട്. ഞാൻ ഇങ്ങനെ പാരഗ്രാഫ് രീതിയിൽ തന്നെയാണ് മിക്കവാറും സ്ലൈഡിൽ പരമാവധി ഞാൻ ഷോർട്ട് ആക്കിയുള്ള ഒരു പാരഗ്രാഫ് പോലെ തന്നെ വെച്ചത്. സാധാരണ സ്ലൈഡിൽ ഇങ്ങനെ വെക്കാറില്ല. സ്ലൈഡിൽ സിംഗിൾ പോയിന്റ്സ് മാത്രമേ വെക്കാറുള്ളൂ. കാരണം നിങ്ങൾക്ക് സ്ലൈഡ് വെച്ചിട്ടും അത് പഠിക്കാം, വായിച്ചു നോക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. ഇതിൽ നോക്കേണ്ട അപ്പൊ ഈ ഇക്വേഷൻ മാത്രം പഠിച്ചു വെക്കുക, അതിന്റെ പ്രോബ്ലംസ് ചെയ്യുക. ഡയറക്റ്റ് പ്രോബ്ലംസ് തന്നെയാണ് വരുന്നത്. ദിസ് ഇക്വേഷൻ ഈസ് നോട്ട് വാലിഡ് ഫോർ ബോത്ത് വെരി ലാർജ് ആൻഡ് വെരി എക്സ്ട്രീംലി ഫൈൻ ഗ്രെയിൻസ്. ഓക്കെ, ഗ്രെയിൻ സൈസ് കൂടിയ ഗ്രെയിൻസിനും അല്ലെങ്കിൽ സൈസ് കുറഞ്ഞ ഗ്രെയിൻസിനും ഇത് അപ്ലിക്കബിൾ അല്ല. അതിന്റെ എക്സാമ്പിൾസ് ഇവിടെ പറയുന്നുണ്ട്. അത് ലേറ്റർ നിങ്ങൾക്ക് മനസ്സിലാവും. ആ പേരെല്ലാം പിന്നീട് ഫെമിലിയർ ആവും. ദ ഹോൾബെക്ക് ഇക്വേഷൻ ഈസ് വാലിഡ് ഫോർ ഗ്രെയിൻസ് ആസ് സ്മോൾ ആസ് അബൌട്ട് 50 നാനോമീറ്റർ വരെ. അത്രയും ചെറിയ ഗ്രെയിൻസിന് വരെ ഗ്രെയിൻസിനും ഈ ഇക്വേഷൻ വാലിഡ് ആണ്. സിഗ്മ 0 ഈക്വൽ ടു സിഗ്മ ഐ പ്ലസ് കെ ബൈ റൂട്ട് ഡി. അപ്പൊ ഇത്രയും ഹോൾബെക്ക് ഇക്വേഷൻ കൂടി കഴിഞ്ഞാൽ നമ്മൾ ഈ മൊഡ്യൂൾ കംപ്ലീറ്റ് ആയി. അപ്പോൾ ഈ ഫൈനൽ സ്ലൈഡ് അന്ന് സ്ലൈഡിൽ ഈ അവസാനത്തെ പാർട്ട് എന്ന് പറഞ്ഞ പാർട്ട് ഉണ്ടാവില്ല. കംപ്ലീറ്റ് സ്ലൈഡ് ഞാൻ ഇന്ന് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ 2 ടെക്സ്റ്റ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ആ 2 ടെക്സ്റ്റ് ബുക്ക് നോക്കുക. നോട്ട്സ് ആ ടെക്സ്റ്റ് ബുക്ക് ആ ഒരു ക്യാപ്സ്യൂൾ ടെക്സ്റ്റ് ബുക്ക് പറഞ്ഞാൽ അതിൽ കുറച്ചേ ഉള്ളൂ. അത് മാത്രമേ പഠിക്കേണ്ട ആവശ്യമുള്ളൂ. നിങ്ങൾ സിലബസ് ബേസ് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിന്റെ നോളജ് ലെവൽ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾ ഈ കാലസ്റ്ററിന്റെ ടെക്സ്റ്റ് ബുക്ക് വായിക്കേണ്ടി വരും. അതും ഞാൻ അതിൽ തന്നിട്ടുണ്ട്. ഇതിന്റെ നോട്ട്സ് ഞാൻ നിങ്ങൾക്ക് തരുന്നത്. നോട്ട്സ് പറഞ്ഞാൽ ഇതിൽ നോട്ട്സ് രൂപത്തിൽ തന്നെയാണ് ഉള്ളത്. അപ്പൊ ഇതൊക്കെ വായിച്ചു നോക്കുക. ഫർദർ വേണ്ട മെറ്റീരിയൽസ് എല്ലാം ഞാൻ ക്ലാസ് റൂമിൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ ഓക്കെ എല്ലാവരും ആരും ഒന്നും സൗണ്ട് ഒന്നും കേൾക്കുന്നില്ലല്ലോ? ഉണ്ടോ? ഓക്കെ. പിന്നെ അപ്പോ ഈ ഒരു മൊഡ്യൂളില് പിന്നെ കാര്യങ്ങൾ ഏകദേശം ഒക്കെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഡൗട്ട്സ് ഒക്കെ ചോദിക്കാം. പിന്നെ ഞാൻ പറഞ്ഞു ഇതിന്റെ ഫസ്റ്റ് പാർട്ടൊക്കെ കുറച്ച് കെമിസ്ട്രി ആണ്. നിങ്ങൾക്ക് കെമിസ്ട്രീന്റെ ഒക്കെ ബേസ് ഉണ്ടല്ലോ, കഴിഞ്ഞ വർഷം +2 ഒക്കെ പഠിച്ചതാണ്. അപ്പോൾ അല്ലെ, ബോൺസ് ഒക്കെ നിങ്ങൾ ഓൾറെഡി പഠിച്ചതായിരിക്കും. അതുകൊണ്ട് ഞാൻ അതിലൊന്നും അധികം ഡീറ്റെയിൽ ആയിട്ട് പോയിട്ടില്ല. പ്രൈമറി സെക്കൻഡറി ബോൺസ് അല്ലെ, വാണ്ടർവാൾസ് എഫക്റ്റ് ഒക്കെ നിങ്ങൾ വാണ്ടർവാൾസ് ബോണ്ട് സെക്കൻഡറി അതൊക്കെ നിങ്ങൾ പഠിച്ചതാണ്. അതുകൊണ്ടാണ് അന്നേരം അവിടെ കുറച്ച്, കാരണം ഇതിന് മുമ്പിലുള്ള സിലബസിൽ, അതായത് ഇതിന് മുമ്പുള്ള സിലബസിൽ ആ പാർട്ടിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നില്ല എന്ന് സ്പെസിഫിക് ചെയ്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു സിലബസിൽ. പക്ഷെ ഇപ്രാവശ്യം അത് അങ്ങനെ പറയുന്നില്ല. അപ്പൊ അതുകൊണ്ട് അങ്ങനെയാണെന്ന് വിചാരിച്ചത് പഠിക്കാതിരിക്കരുത്. ഇതൊക്കെ നോക്കിയിട്ട് തന്നെ പ്രോബ്ലംസിൻ്റെത് പിന്നെ സാധാരണയായിട്ട് മെറ്റീരിയൽ സയൻസിനും പ്രോബ്ലംസ് വരാറില്ല. പക്ഷെ നിങ്ങളെ സിലബസിൽ സിമ്പിൾ പ്രോബ്ലംസ് കൊണ്ട് ഇട്ടിട്ടുണ്ട്. സിലബസിന്റെ ലാസ്റ്റ് സിമ്പിൾ പ്രോബ്ലംസ്. അപ്പോ പ്രോബ്ലംസ് സാധാരണയായിട്ട് വരാറുണ്ട്. ഏത് പാട്ടെന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ മില്ലർ ഇൻഡീസസ് പ്രോബ്ലംസ് വരും. അത് കുഴപ്പമില്ലല്ലോ, മില്ലർ ഇൻഡീസസ് മനസ്സിലായതല്ലേ? മില്ലർ ഇൻഡീസസ് പറഞ്ഞാൽ ഒന്നുകിൽ നിങ്ങൾക്ക് ഫിഗർ തന്നിട്ട് അതിന്റെ മില്ലർ ഇൻഡീസസ് എഴുതാൻ വേണ്ടി പറയും, അല്ലെങ്കിൽ മില്ലർ ഇൻഡീസസ് തന്നിട്ട് നിങ്ങളോട് ഫിഗർ വരക്കാൻ വേണ്ടി പറയും. ഓക്കെ, ഫിഗർ വരക്കുമ്പോൾ നിങ്ങൾ ഡയമെൻഷൻ ഇതൊന്നും എടുക്കണ്ട, നിങ്ങൾ സ്കെയിൽ കൃത്യമായി മതി. ക്യൂബാന്ന് വരക്കാൻ വരിക, ക്യൂബിക് ഇതിന്റെ മില്ലർ ഇൻഡീസസ് ആ വരിക. ഓക്കെ, അപ്പൊ മില്ലർ ഇൻഡീസസ് ഫോർ ഡയറക്ഷനും ഉണ്ട്, മില്ലർ ഇൻഡീസസ് ഫോർ പ്ലെയിൻസും ഉണ്ട്. അപ്പൊ അത് ശ്രദ്ധിക്കുക. അപ്പൊ അതിൽ നിന്ന് നിങ്ങൾക്ക് ഈസി സ്കോർ ചെയ്യാം മാർക്ക്. അതിന് ഷുവർ ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉണ്ട്. പിന്നെയുള്ള വെച്ചാൽ ഒരു ഡെൻസിറ്റി ഇക്വേഷൻ ബേസ് ചെയ്തിട്ടുള്ള ഒരു ഇക്വേഷൻ ആണ് പിന്നെ വരുന്നത് നമുക്ക്. ഇപ്പൊ ഡെൻസിറ്റി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് അവഗാഡ്രോസ് നമ്പറും അതൊക്കെ ഉപയോഗിച്ചിട്ട് ഒരു ഡെൻസിറ്റി ഇക്വേഷൻ ഇൻ ബിറ്റ്വീൻ വന്നിട്ടുണ്ട്. അത് പിന്നെ ഈ അവസാനം പറഞ്ഞ ഹോൾബെക്ക് ഇക്വേഷൻ വെച്ച് പ്രോബ്ലം ചോദിക്കാം. സിലബസ് മാത്രമല്ല, നമുക്ക് ഫസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ കിട്ടി കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയാ പാറ്റേൺ മനസ്സിലാവും. അപ്പൊ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരണം. നിങ്ങളെ ഫസ്റ്റ് ഇയറിലുള്ള സിമിലർ പാറ്റേണിൽ തന്നെയാണ് വരുന്നത്. 5 മൊഡ്യൂളേ ഉള്ളൂ ഈ പ്രാവശ്യം. അപ്പോൾ അങ്ങനെയാണുള്ളത്. അപ്പോൾ എല്ലാവരോടും ഇപ്പൊ ഇതില് ബാക്കി കുറച്ച് 2-3 ആൾക്കാരില്ല, അവരോടും കൂടി പറയാ. അതായത് ഈ ഗൂഗിൾ ക്ലാസ് റൂമിൽ എല്ലാവരും കയറി ജോയിൻ ചെയ്യാൻ. ഒരു പ്രാവശ്യം ജോയിൻ ചെയ്താൽ മതി, പിന്നെ നിങ്ങൾക്കത് കയറാൻ വേണ്ടി പറ്റും. അപ്പൊ ആദ്യം തന്നെ എല്ലാവരും ഒന്ന് ജോയിൻ ചെയ്യുക അതില്. ഓക്കെ,
ഇത്രയാണ് ഇത്ര പറയാനില്ല. വേറെ എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ ചോദിക്കാം. അറ്റൻഡൻസ് ഒന്ന് ഞാൻ ജസ്റ്റ് നോക്കട്ടെ. അറ്റൻഡൻസിന്റെ കാര്യം ഇതിൽ സിയാൻ ഉണ്ടാ? സിയാനെ ശരിക്കും ഉണ്ടാ? സിയാന നിന്നെ കാണാനേ ഇല്ലല്ലോ, ഇടക്കിടക്ക് ലീവാണല്ലോ. ഞാൻ നിന്നെ വിളിക്കാൻ വേണ്ടി നിന്നെയാണ്, പിന്നെ ഈ ക്ലാസ്സിന്റെ ഇടയിലായോണ്ടാ വിളിക്കാൻ നിൽക്കാതെ. ഞാൻ നമ്പറൊക്കെ കളക്ട് ചെയ്തു. സിമ്മ് ചെറിയ പ്രശ്നമുണ്ട് ഇവിടെ, കണ്ടെയ്ൻമെന്റ് ആയതുകൊണ്ട് ഇവിടെ സർവീസ് സെന്ററിൽ പോകാനും പറ്റുന്നില്ല. ഓക്കെ. ആ അത് നിനക്ക് അങ്ങനെ വല്ല വേറെ ഇതുപോലത്തെ ടെക്നിക്കൽ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ സ്റ്റാഫ് അഡ്വൈസർ, ഇപ്പൊ അനസാറാണ് സ്റ്റാഫ് അഡ്വൈസർ, സ്റ്റാഫ് അഡ്വൈസറെ വിളിച്ചിട്ട് ഇത് പറയണം.